السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم. خذ بيدي قلت حيلتي أدركني. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق خلق الإنسان من علق. اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. يا رحمة الله إني خائف وجل. يا نعمة الله إني مفلس عاني. وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا حبيبك خير الخلق كلهم. नबी का नाम लेते हैं दिल को सुकून मिलता है. इनकी याद में हर गम छुप जाता है. ना बन सकेगी ना बन सकेगा मिसाल तेरी सल्लल्लाहु अलैहि वसल्लम. जवाब तेरा सल्लल्लाहु अलैहि वसल्लम.
जो इनके इश्क में फना हो जाए वही दिल मदीने को पा जाए। मदीने का मंजर हो सामने मेरे, दिल से निकल जाए सब गम और अंधेरे। हर दिल की दुआ मदीना नसीब हो, जिंदगी की सबसे बड़ी सआदत ये हो। हर कोई फिदा है बिन देखे दीदार का आलम क्या होगा। अल्लाहुम्मा सल्लि व सल्लिम व बारिक अलैहि। വേദിക്കലുള്ള ഉഡ്ര ഖത്തീബ് ഉസ്താദ്, ബഹുമാനമുള്ള ഫൈസി ഉസ്താദ്, സ്റ്റേജിലുള്ള എല്ലാ ഉസ്താദുമാർ, ഉടനെ ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി, കോശാധികാരി സಮೇತവുള്ള കമ്മിറ്റിയുടെ എല്ലാ പദാധികാരിക, ഈ മജ്ലിസ് ചന്ത ആക്കി തന്നെ ಹಿರಿಯಂಗ ಬಾಲಕಾರಂಗ മരട ആപ്പറതിച്ചിട്ട് നണ്ട പൽക്ക കേട്ടുകൊണ്ടുള്ളൂ ഉമ്മമാര്, പെങ്ങന്മാര്, ഈ റായത്തിൽ നടന്നുകൊണ്ടുള്ള ഈ കാര്യക്രമത്തെ ഓൺലൈനിൽ വീക്ഷിച്ചുകൊണ്ടുള്ള എല്ലാ പിറസപ്പെട്ട ആൽമാർ, നിങ്ങളെ ഈ റായത്തിൽ വാളുക വിളിക്കുമ്പോൾ വലിയ ആവേശത്തിലായിട്ട് കിടന്നാണ് ഒക്കുടെ. ഒരു സമയത്ത് ബിൽച്ച ടൈമുಗೂ ഒക്കുകയില്ലെങ്കിൽ ನಾ ಚೊಲ್ಲೆ ನಿಂಗತ್ತೆಲ್ಲ ಅಪ್ಪರ ಹಾಕಿಯಂಗಿಲ್ಲ ನಕ್ಕೆ ಬರೋಕು ಸೌಕರ್ಯ ಅವಡು. ಅದು ಎಂದಿಗಂಟು ಕೇಟೆಂಗಿಲ್ ഈ റായത്തിൽ ഇങ്ങനത്തെ ഒരു ദീന്റെ ഒരു കാര്യക്രമം ആക്കുമ്പോൾ എല്ലാവരും അങ്ങനെ ബിസി ദൂര വെച്ചിട്ട് ചെറിയങ്ങ, വലിയങ്ങ, ಹಿರಿಯಂಗ, ബാലക്കാരങ്ങ, മക്കങ്ങ എല്ലാവരും ഇവിടെ മജ്ലിസിൽ വന്നിച്ചിട്ട് വാള് കേൾക്കടാറ്. അത് വലിയൊരു സന്തോഷത്തെ വിഷയം. അപ്പൊ അതുകൊണ്ടിട്ട് ഈ റായത്തെ നിങ്ങളൊട്ടെല്ലാരോട്ടും ഒരു വലിയ പിറുസമുള്ളത് കൊണ്ടായിട്ട് കിടും ബിൽച്ച സാർത്തക്ക് ഓടിട്ട് എത്തുകൊള്ള കാരണം. അൽഹംദുലില്ലാ, ഞാൻ ഇത് കാണുമ്പോ ഇത് പ്രോഗ്രാമുക മാത്രം ഇട്ടോ മാണ്ട് വിചാരിച്ച നോക്കുമ്പോ അല്ല, ഇത് പെർമനന്റ് ഇവിടെ ഉള്ള ഷീറ്റ് ജലാലിയത്തുക വേനായിട്ട് ഇട്ടത് എന്ന് ചെന്നാറ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖിയാമത്ത് 4 തോലും ഞങ്ങളെ ഈ കാലത്തിൽ മാത്രമേ യാവാലെ ഓരോ കാലത്തിലും ഖിയാമത്ത് 4 തോലും ഞങ്ങളെ റായ ഇങ്ങനെമേ വേണു. ദീന്റെ ഒരു വാതാവരണ, ദീന്റെ ഒരു കാത്ത് ഖിയാമത്ത് 4 തോലും ഈ റായത്തിൽ നിലനിൽക്കണു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ റായത്തിലും ഞങ്ങളെ എല്ലാ റായത്തിലും അല്ലാഹു ദീന്റെ ആ കാത്ത് ഖിയാമത്ത് 4 തോലും അല്ലാഹു നിലനിർത്തി തരട്ടെ. അങ്ങനെ ഖിയാമത്ത് 4 തോലും ഞങ്ങളെ റായത്തിൽ ദീന്റെ കാത്ത് നിലനിൽക്കണമെങ്കിൽ ഉണ്ട് ഓരോ റായത്തിലും ദീന് ഇല്ലാണ്ടായോണ്ടുണ്ടു. കാരണം ഇണ്ടത്തെ അവസ്ഥവും ഇണ്ടത്തെ പരിസരവും ഇണ്ടത്തെ സന്നിവേശം എന്നെങ്കിൽ അങ്ങനെ ആയിട്ട് കിടും.
పండులు ఉంటూ ദീന്റെ ചൈതന്യ ഉള്ളെ ഇന്നങ്ങനത്തെ റായത്തില് പോലും ഉണ്ട്. വളർന്നു വന്നോണ്ടുള്ള ന്യൂ ജനറേഷൻ ദീന്റെ പെറവുല് പോവാണ്ടെ കണ്ടുകിട്ടിയതിരെ പെറവുല് പോയോണ്ടു അബ്ബമാർക്ക് വലിയ ബേജാറുണ്ടു. എന്തരാക്കിട ഉസ്താദ്, നങ്ങ ബിലിക്കിട തെരുവ് നങ്ങളെ മക്ക വണ്ടില്ല, നങ്ങളെ റായത്തില് കഷ്ടപ്പെട്ടിട്ട് നങ്ങ പള്ളിയാക്കിയ മദ്രസ ആക്കിയ, ഇനി നങ്ങളെ റായത്തില് ഇത് കാലാകാല നിലനിർത്തുകൂ നങ്ങളെ മക്കളെ കൊണ്ടാവാ ചൊന്നിട്ടു നമുക്ക് ധൈര്യം ഇല്ല ചൊന്നിട്ടു ചൊല്ലും പോലത്തെ ഒരു അവസ്ഥക്ക് ഒരു പരിസ്ഥിതിക്ക് നങ്ങളെ റായങ്ങളെല്ലാം എത്തിയോണ്ടുണ്ട്. ഉച്ചിലല്ല നാ ചൊന്നോണ്ടല്ലേ, നങ്ങളെ ഓരോ റായ അങ്ങനെ എത്തിയോണ്ടുണ്ട്. ഇത് റബീഉൽ അവ്വൽ തിങ്ങലല്ലേ. റബീഉൽ അവ്വൽ തിങ്ങൽ വരുമ്പോ ഇപ്പൊ ഇവിടെ നോട്ടീസിൽ കണ്ട് കലിഞ്ഞ് 21 താരീഖ് പിന്നെ 22 താരീഖ് ഈ 2 നാളും മഗ്രിബ് ನಮಾಜಿನ ನಂತರ സയ്യദ് അറബി മദ്രസ വിദ്യാർത്ഥികളിಂದ മീലാദ് ഫെസ്റ്റ് ഉണ്ട്. അത് നടന്നിട്ടിക്കോലെ കഴിഞ്ഞിട്ടിക്കല് 2-4 മഗ്രിബിടെ പിന്നെ ഉടര മദ്രസത്തിൽ പഠിച്ചുകൊണ്ടുള്ളോ മക്കളെ മീലാദ് ഫെസ്റ്റ് വർഷത്തുക്ക് ഓർക്ക മക്കളെ ഒരു മീലാദിരെ മക്കളെ ಕಾರ್ಯಕ್ರಮ ചൊന്നിട്ടൊരു ಕಾರ್ಯಕ್ರಮ നടക്കണേ. എന്തികായിട്ടിക്കടെ ഈ മക്കളെ ಕಾರ್ಯಕ್ರಮ നടക്കണേ. ഓരോ റായത്തിലും വലിയ ആവേശ. റായത്തെ ഉസ്താദുമാര് ഭയങ്കര അധ്വാനിച്ചിട്ട് കഷ്ടപ്പെട്ടിട്ട് നങ്ങളെ മക്ക മദ്രസത്തിൽ പഠിച്ചോണ്ടുള്ള നങ്ങളെ മക്കകു പാട്ടും പ്രസംഗവും എല്ലാം കൊടുത്തിട്ടു. സ്റ്റേജിൽ അങ്ങനെ കൊണ്ടിട്ടു പ്രസംഗിക്ക് പാട്ടേ പാട്ടുപാട് പാട്ടേ അങ്ങനത്തെ ഒരു ഇത് അതര കഷ്ടപ്പാട് ആ കൊടുക്കട ഉസ്താദുമാർക്കും പഠിപ്പാട്ട ഉസ്താദുമാർക്കേ തീരും. അങ്ങനെ ആവുമ്പം ഒരു 2 പാട്ട് മീത്ത് യാറായി പോയിത്താ പിന്നെ ബൊബ്ബയുടെ സ്വറാക്കട കൊറിയാന ഉസ്താദുമാർക്ക് വേറെ സ്വറയില്ലേ ഒന്നൊന്ന് കൊടുത്തേ മെയ്യാവാലേ 2 എന്തേ കൊടുക്കടേ എന്നിട്ട് നിങ്ങൾ ഇവിടെ അങ്ങനെ ഉണ്ടല്ലോ ചെന്നുണ്ട്. എന്തിക്ക് പേനായിട്ട് ഇങ്ങനെ ഒരു പ്രയത്ന ആക്കടേട്ട് കേട്ടെങ്കില് ഖിയാമത്ത് നാലുത്തോലും ഞങ്ങളെ വളർന്നു പണ്ട് മക്ക തലമാറ് ആ തലമാറ് മക്കളെ മുഖാന്തര ഞങ്ങളെ റായത്തില് ദീന് നിലനിക്കണോ എന്നിട്ടായിട്ടിക്കിടും. ആ ദീന് നിലനിക്കണ ഞങ്ങളെ റായത്തില് ദീന് നിലനിക്കണ ഇണ്ട് ഞങ്ങ ചെമ്മ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങ ഇതെല്ലാം ആക്കിയോണ്ടുള്ള എങ്കിൽ ഈ കഷ്ട ബന്നതരെ ഫല ഞങ്ങ ഒർന്നാല് മറിച്ചിട്ട് കബറിൽ കിടക്കുകൊണ്ടു ಇಂಡಲ್ಲ ನಾಳೆ ನಂಗೆ ಕಬರ್ಲು കിടക്കുകൊണ്ട് ನಾನು ಉಪ್ಪಾಡ ಬನ್ನಪ್ಪ നക്ക് വിഷയ കിട്ടിട്ട് ഈ റായത്തെ ഒരു 36 വയസ്സുള്ള ഒരു പെണിങ്ങ റസിയാജുള്ള പേരുള്ള ഒരു പെണിങ്ങ മൗത്തായി പോയ വിഷയ കിട്ടിട്ട് ഒരു കിടാവ് മാത്രമുള്ള ഒരു കിടാവുടെ ഉമ്മ അല്ലാഹുവേ ആ റസിയകു നീ സ്വർഗ്ഗ കൊടുക്കു റഹ്മാനെ, ഖബർ വിശാല ആക്ക് റഹ്മാനെ, ഖബർ അദാബിടെ തൊട്ട് നീ കാക്ക് റഹ്മാനെ, ആ കുടുംബത്തിന് നീ ക്ഷമ സ്വബർ സമാധാനം കൊടുക്കു റഹ്മാനെ. എപ്പ മരിക്കിടേണ്ട ആർക്കും ചൊല്ലുകാവൂല്ലേ. മുഞ്ഞാണ്ടി നിങ്ങ നോക്കില്ലേ വീഡിയോ കണ്ടിട്ടിക്കുവാറ് മദീനത്തെ അബ്ബറായത്തുക പണ്ടേ കേരളത്തുക്ക് വീഡിയോ കണ്ടിട്ടിക്കുവാറല്ലേ. നന്റെ വാല് കേക്കടെ മരട അപ്പുറതെച്ചിട്ടുള്ള നന്റെ പെങ്ങന്മാരട്ട നാ ചൊന്നോണ്ടുല്ലേ ബാപ്പ മദീനത്തിലുള്ളോ ആ ബാപ്പ മദീനത്തെ റായത്തുക പണ്ടേ വലിയ ഒരു ഡ്രീമു ഒരു കനസു മനസ്സിൽ വെച്ചിട്ടായിട്ട് കിടുവണ്ടേ എന്തോ കിനാവു മോല മങ്ങില നടത്തുക പണ്ടേ പൊതുവെല്ലാം ഫിക്സ് ആയിട് ബാപ്പ ആ മോല മങ്ങിലത്തേക്ക് ഡേറ്റും ഫിക്സ് ആയിട് ബാപ്പ മദീനത്തെ റായത്തുക പണ്ടേ അയലിക്കടെ മദീനത്തില് വരുമ്പോ എപ്പോഴും ബണ്ടം പോലത്തെ ഒരു മനസ്സല്ല ആ ബാപ്പടെ വലിയ ഒരു സന്തോലത്തിൽ വന്നോണ്ടുള്ള കാരണ നന്റെ മോളുടെ നിക്കാഹ് നാന് നന്റെ മർമോണായി ബണ്ടൗണ്ടെ കൈപിടിക്കട നാളല്ലേ ഇനി പറകു പോണ്ടേ ചെന്നിട്ടു ആ വലിയ സന്തോലത്തില് മദീനത്തില് സ്വർത്തുകൊല്ലെ ബാപ്പായവണു റായത്തുക കേരളത്തുക വന്നിട്ട് എയർപോർട്ടിൽ ഇലിയുമ്പോ ആ പുതിയ പെണ്ണ് മോലായവളു പുതിയ പെണ്ണ് ബാപ്പയുടെ വെൽക്കം ആക്കുക എയർപോർട്ടിൽ വന്നാല് ബാപ്പ ആ മോലെ കാണുമ്പോ അർഗി പിടിച്ചിട്ട് മുത്തുടു ഇത്തര കാല ഔത്തുലു
ഒട്ടിക ഇന്ന മോലു ഇനി കൊറിയ നാല് കൽഞ്ഞ പിന്നെ ആ മോലു ഞങ്ങളൊട്ടെ ഇക്കല്ലേ പുതിയാപ്പുലയുടെ ഔത്തുക പോണ്ടല്ലേ ചെന്നിട്ടു ആ അറുക്കി പിടിച്ചിട്ട് മുത്തുമ്പോ മോല കൊണ്ടാട്ടാക്കിട്ട് കാറിലെരിച്ചിട്ട് ഇനി ഔത്തുക പോണ്ടോ എയർപോർട്ടിൽ ഔത്തുക പോകുമ്പോ നിപ്പാട്ടി വെച്ച ലോറിക്ക് പോയിട്ട് ഈ കാർ അടിച്ചിട്ട് അല്ലാഹുടെ ഖലാ ആരെ ആയുസ്സും ഞങ്ങളെ കയ്യിലില്ല. ഈ വാളു ചൊന്നോണ്ടുള്ള നന്റെ ആയുസ് പോലും നന്റെ കയ്യിലില്ല. നിങ്ങളെ ആയുസ് പോലും നിങ്ങളെ നിയന്ത്രണത്തിലില്ല. റബ്ബുടെ ഖലാ ഇട്ട് വേണു ചൊല്ലണു. നിപ്പാട്ടി വെച്ച ഒരു ലോറിക്ക് പോയിട്ട് അടിക്കണമെങ്കിൽ ഇങ്ങ പോണ്ട കാർ നിങ്ങൊന്ന് വിചാരിച്ചു നോക്കൂ. അള്ളാഹു അങ്ങനെ ആയുസ് അത്രത്തോളം മാത്രം ബാക്കി വെച്ചിരുന്ന ആ പെണ്ണ് അല്ലാഹു തആല ദുനിയാവില് നിക്ക് മങ്ങില ബാൻഡടി പെണ്ണെ നിക്ക് സ്വർഗത്തിൽ മങ്ങില നടക്കട്ടെ ചെന്നിട്ട് റബ്ബുടെ തീരുമാനം. അങ്ങനെ നിപ്പാട്ടി വെച്ച ലോറിക്ക് പോയിട്ട് ഈ ഗാഡി അടിച്ചിട്ട് അതില് കായിന്തക ദൈക്കൊണായ അബ്ബും നിക്കാഹിಗೆ പുതിയ പെണ്ണായിട്ടിക്കടെ മോലും നിങ്ങൾ നോക്കറു വേറെ ആരും മറിച്ചിട്ടില്ല ആ ഗാഡിയിലില്ലങ്ങ. ഈ ജണ്ടാൽ അബ്ബം മോലും മൗത്തായാറ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ മാത്രല്ല അബ്ബടം മോലും ഖബറു മുട്ട ആ ഖബർ എടുത്തിട്ട് അബ്ബടം മോൾഡും ഖബറു മുട്ട ഇണ്ട് അങ്ങനെ റായത്തെ പള്ളിയുടെ ഖബർസ്ഥാനില് അബ്ബട മുട്ട മോല് കിടന്നിറാല് മോല മുട്ട അബ്ബ കിടന്നിറാല്. ഇങ്ങനത്തെ മരിപ്പുങ്ങ അല്ലേ ബാലക്കാറുങ്ങളെ ഞങ്ങളെ കണ്ണടെ എതിർലു ഞങ്ങ കണ്ടോണ്ടുള്ളു. പക്ഷേ ഞങ്ങ മറിച്ചിട്ട് ഖബറിൽ കിടന്നിട്ടിക്കുമ്പോലും 4 തീറില്ലല്ലേ ഞങ്ങ മറിച്ച സാർത്ഥക്ക് ദുനിയാവിടെ 4 തീറില്ല. ദുനിയാവ് ഖിയാമത്ത് 4 തോലുണ്ടു. പക്ഷേ നാന് നന്റെ ഖബറിലു ഈ റായത്തെ നിങ്ങ ഓരോരുത്തരും ചിന്തിക്കണു. നന്റെ വാല് കേട്ടോണ്ടുള്ള ഓരോ റായത്തങ്ങ ലൈവില് കേട്ടോണ്ടുള്ള എല്ലാരും ചിന്തിക്കണു. ഞങ്ങ ഖബറിൽ കിടന്നിട്ടിക്കുമ്പോ പോലും ഞങ്ങൾക്ക് ഞങ്ങളെ റായ കണ്ടിട്ട് സന്തോല ആവണു, കൊസിയാവണു. നാന് അധ്വാനിച്ചിട്ട് പള്ളി കെട്ടുപാട്ടിയ നന്റെ റായ, നാന് അധ്വാനിച്ചിട്ട് ദീന്റെ ബെൽച്ച എത്തുപാട്ടിയ നന്റെ റായ. ആ റായത്തില് നന്റെ മരിപ്പോടുകൂടെ ദീന്റെ കാത്ത് അസ്തമിച്ചിട്ടില്ല. ബദലായിട്ട് നന്റെ മക്കങ്ങ പുള്ളിമാറ് അങ്ങ നന്റെ റായത്തില് ദീന്റെ ആശയ നിലനിർത്തിയോണ്ടുള്ളാറ്. അങ്ങനെ ഖബറില് കിടന്നിട്ടുള്ളതാണ് നന്റെ റായത്തെ ദീന്റെ ഒരു ധാർമ്മിക അഭിവൃദ്ധിയും ധാർമ്മിക വാതാവരണ കണ്ടിട്ട് കൊസിപ്പെടണ എങ്കിൽ അത് ഞങ്ങളെ എതിരുള്ള ഒരേ ഒരു തെരു ഞങ്ങളെ മക്കങ്ങ ഉള്ളാറല്ലേ. ആ മക്കു നല്ല ഇൽമു കൊടുക്കണു, മക്കു നല്ല ഇൽമു കൊടുക്കണു, മക്കു നല്ല പഠിപ്പ് കൊടുക്കണു. മക്കങ്ങ ചൊന്നെങ്കിൽ നാന് ഹിരിയങ്ങളട്ട ചൊല്ലെ നന്റെ വാല് കേട്ടോണ്ടുള്ള ഉമ്മ ബാപ്പമാരട്ട ചൊല്ലെ അങ്ങനെ നെയ്ച്ചിട്ട് ഞങ്ങക്ക് തരുണായത് അങ്ങനെ കർത്തവ്യ സമ. മോണു നെയ്ച്ചിട്ട് അബ്ബട നോക്കണു സമ, മോണു നെയ്ച്ചിട്ട് ഉമ്മട നോക്കണു സമ. പക്ഷേ കാലി നെയ്ച്ചിട്ട് ഞങ്ങക്ക് ಖರ್ಚಿಗೆ തണ്ടದರ ಬಗ್ಗೆ ಮಾತ್ರ ಚಿಂತಿಕ್ಕೋ ತೀರ. പിന്നെ നാന് ചിന്തിക്കണായത് നന്റെ മോന്റെ നക്ക് എങ്ങനെങ്കിലും ആക്കിയിട്ട് നന്റെ മോന്റെ ഒരു ദീന്റെ വാതാവരണത്തിൽ ബലിയാക്കുക നാന് ശ്രമിക്കണു. അത് ഞങ്ങളെ മക്കൾക്ക് കൊടുക്കണായതെന്തോ ഒന്നാമത്തത് പ്രധാനമായും ധാർമ്മിക വിദ്യാഭ്യാസ ഞങ്ങളെ മക്കൾക്ക് കൊടുക്കണു. ധാർമ്മിക വിദ്യാഭ്യാസത്തിലല്ലേ അല്ലാഹുടെ ಬಗ್ಗೆ പഠിപ്പുള്ളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ಬಗ್ಗೆ പഠിപ്പുള്ളൂ. ഉമ്മകു എങ്ങനെ ബലബൈക്കണു, അബ്ബകു എങ്ങനെ ബലബൈക്കണു, ബലിയങ്ങളൊട്ട എങ്ങനെ പൽക്ക പറയണു, ചെറിയങ്ങളെ എങ്ങനെ പിർസബൈക്കണു, ഇതെല്ലാം ഉള്ള എവിടെ ധാർമ്മിക വിദ്യാഭ്യാസത്തിലായിട്ടിക്കിട് അഥവാ അല്ലാഹുടെ ദീനിയായ ഇൽമുലായിട്ടിക്കിട്. ആ ദീനിയായ ഇൽമു ഞങ്ങളെ മക്കൾക്ക് കൊടുത്തെങ്കിൽ മാത്രമേ നന്റെ റായത്തില് ദീന് നിലനിക്കൂ ചൊല്ല ഒരു ചിന്ത ഞങ്ങളെ കൽബുല് ഉദിക്കുക ചാൻസ് ഉള്ളേ. ഇല്ലാണ്ട് കണ്ടെങ്കിൽ യന്ത്ര നിരീക്ഷ ഉണ്ടോ ഞങ്ങളെ റായത്തില് ദീന് നിലനിക്കിട് ചെന്നിട്ടു. നാണ് മുഞ്ഞാണ്ട്
കണ്ട വിഷയമുള്ള കേട്ടതല്ല. കണ്ട വിഷയമുള്ളട്ട കണ്ടതറ കാണ്ടി വലിയ സാക്ഷി വേറെ ഇല്ലല്ലേ. മുഞ്ഞാണ്ട് നാൻ ഒരുമോത്ത് വാളുക പോയ ഈ മുട്ടന്തുവല്ല കേരളത്തില് വാളുക പോയപ്പോ വാള് തുടങ്ങുക ഇനിയും തെല്ല് ടൈം ബാക്കിയുണ്ടു. അപ്പൊ കമ്മിറ്ററങ്ങ ചൊന്നാല് ഉസ്താദേ ഒരു ഔത്തുല് പോയിട്ട് തെല്ല് റെസ്റ്റ് എടുത്തിട്ട് പറല്ലേ. ആവ് പോയി. അങ്ങനെ ആ ഔത്തുക്ക് പോകുമ്പോ ആ ഔത്തരെ പരിസരത്തില് പോലീസ് ജീപ്പ് വന്ന് നിன்று ഞാൻ ഈ കുട്ടിയോം പോണ്ടങ്ങളട്ട കേട്ട എന്തേ ഇവിടെ പോലീസ് ജീപ്പ് വന്നുറോ. അപ്പൊ ഇങ്ങ ചൊന്നാർ ഉസ്താദേ മുഞ്ഞാണ്ട് ഞങ്ങളെ റായത്തെ കൊറിയ ബാലക്കാർ മക്കളെ അതേ ഗാഞ്ചത്തെ കേസിൽ പിടിച്ചിറാർ ഉസ്താദേ. ചൊല്ലുകു ഞങ്ങക്ക് ചെങ്കാവിടു, ഞങ്ങക്ക് മനസ്സ് കേക്കില്ല ചൊല്ലുകു. പക്ഷെ ഉസ്താദരട്ട ഞങ്ങ എന്തരേണ്ട് കലവ് ചൊല്ലു. ഞങ്ങളെ ഈ റായത്തെ ഈ പരിസരത്തെ കൊറിയ മക്കളെ ഗാഞ്ചത്തെ കേസിൽ പിടിച്ചിറാറ്. അതുകൊണ്ടു ഇനിയും ആ ഗാഞ്ചത്തെ കേസിൽ കൊലിയ ബാലക്കാരങ്ങ ഈ റായത്തുള്ളാറ് ചൊന്നിട്ട് പോലീസുമാർക്ക് വിഷയം കിട്ടിയത്. അതുകൊണ്ടായിട്ട് പോലീസുമാർ ആ മക്കളും അറസ്റ്റ് ആക്കുക ബേനായിട്ട് ബന്നുറോണ്ട് ചൊന്നപ്പാ സുബ്ഹാനല്ലാഹ്. ഇത് കേട്ട നണ്ട കൽബ് പെടച്ചിട്ട് നണ്ട മനസ്സ് വലിയ നൊമ്പലായി പോയിട്ട് എന്തേ ഞങ്ങളെ സമുദായത്തെ മക്ക ഇങ്ങനെ ആയോണ്ടുള്ളൂ. ഇല്ല, ഞങ്ങൾക്ക് വലിയ ജവാബ്ദാരി ഉണ്ടു. ഇത് ചൊല്ലുമ്പോ പാടം പാടം നിങ്ങൾ കേൾക്കുവാർ എന്ത്ര ജവാബ്ദാരി ഉസ്താദ്? അമ്പട്ടയുടെ ജവാബ്ദാരി ഇല്ലേ? ഇല്ലേ? ചൊല്ലുമ്പോ പാടപാട് എന്ത്ര ജവാബ്ദാരി നിങ്ങൾക്ക് വാദ ചൊല്ലോ സുലാബ എന്ത്ര ജവാബ്ദാരി ഉസ്താദ്? ആക്കിടതല്ല ഞങ്ങൾ ആക്കിട്ടായി എന്ത്ര ആക്കിടേ ഇല്ല. ചൊന്നിട്ടു തീർക്കുക എത്രേ കഷ്ട വന്നെങ്കും സമ, എത്രേ കഷ്ട വന്നെങ്കും സമ, എത്ര കഷ്ട ಬರೋಗಾವುಡ. ಮಕ್ಕಳ ಸ್ಕೂಲುಗ ಉಮ್ಮಮಾರು ಕಡತರ ಕಷ್ಟ ಉಮ್ಮಮಾರಿಗೆ ಗೊಂತು. ಮಕ್ಕಳೇ ಸ್ಕೂಲುಗ ಮದರಸತ್ತಗ ಕಡತರ ಕಷ್ಟಪಾಡು ಉಮ್ಮಮಾರಿಗೆ ಗಂತು. ಇಲ್ಲೇ ഉമ്മമാര് കഷ്ടപണ്ട കഷ്ട എത്ര റബ്ബേ. മക്കളെ സ്കൂലുക മദ്രസത്തും കടത്തോ. അല്ലാഹു തആല ആ ഉമ്മമാർക്ക് കൈകാലുക ആഫിയത്ത് കൊടുക്കട്ടെ, സുഖയിട്ട് കൊടുക്കട്ടെ, സമാധാനം കൊടുക്കട്ടെ, എല്ലാ സീക്കും അല്ലാഹു ഷിഫാക്കി കൊടുക്കട്ടെ. ഒരു സുബൈഗ് അങ്ങനൊരു അവസ്ഥ നോക്കൂ നിങ്ങൾ. ഒരു സുബൈഗ് മക്കളെ അങ്ങ സുബൈഗ് മദ്രസത്ത് കടത്തോണം വേഗ മക്ക ബിൽച്ചെങ്കി എനിക്കിടാറാ എനിക്കില്ല എങ്ങനെല്ലാം ആക്കിട്ട് ഒന്തോണു. ഒന്തിയെങ്കിൽ എൻചെങ്കിൽ ആ പാടം വന്നിട്ട് കിടക്കടാവണം. ചെറിയ മക്കല്ലേ കിടാവല്ലേ, പാടം വന്നിട്ട് കിടക്കടാ. പാടം എന്തെല്ലാം ആക്കിട്ട് മോനെ കണ്ണേട്ടാക്കിട്ട് ബംഗാറ് എന്തെല്ലാം ആക്കിടതെല്ലാം ആക്കിട്ട് ഒന്തിട്ട് സുബ്ഹാനല്ലാഹ് മദ്രസത്ത് കടത്തുമ്പോ മദ്രസത്തെ ബുക്ക് കാണില്ല. അത് എവിടെ മദ്രസത്തെ കിതാബ് എവിടെ മാപ്പറേപ്പറായിട്ട് പാടം മദ്രസത്തെ കിതാബ് തേണ്ടത്. അങ്ങനെ എല്ലാം ആയിട്ട് മദ്രസത്ത് കടത്തത്. മദ്രസത്തൊക്കെ പോയി വരുമ്പോ ഉമ്മയുടെ തലയിലുള്ള ഒന്നേ ഉമ്മ ഇതെല്ലാം നിങ്ങക്ക് കൂലി ഉണ്ട് ഉമ്മ. ഇത് വെറുതെ നിങ്ങളെ കഷ്ടപ്പെടാട്ടല്ല, നിങ്ങൾക്ക് നിങ്ങളെ കഷ്ടപ്പെടാട്ടെ നിങ്ങൾ പേരിക്കണ്ട. ഇത് എല്ലാം നിങ്ങൾക്ക് ആഖിറത്തിൽ കൂലി ഉണ്ട്. ചിലപ്പോ നിങ്ങൾ നിസ്കരിച്ചതായിട്ട് ഇക്കാല ആഖിറത്തിൽ നിങ്ങൾക്ക് രക്ഷ കിട്ടോ. കാരണം ഇതായിട്ടിക്കൂ. അതുകൊണ്ട് നിങ്ങൾ തലകെടുത്തോളൂ. അപ്പൊ മദ്രസത്ത് പോയ ഈ മോന്റെ തലയിൽ ഉമ്മയുടെ തലയിൽ ഇതേ ഒണിപ്പ പണ്ട വന്നെങ്ക് ഓണുക നാഷ്ടല്ലാക്കി മാറ്റിട്ട് കുളിപ്പാട്ടിട്ട് പാടെ സ്കൂള് കടത്തോണു. മദ്രസത്ത് പോയി വന്നമേയാവ. ധാർമ്മിക ಶಿಕ್ಷಣ ലൗകിക ಶಿಕ್ಷಣ രണ്ടു ಶಿಕ್ಷണം വേണല്ലേ. അപ്പൊ പാടെ സ്കൂള് കടത്തറോ. അവിടെ ഫസ്റ്റ് കടത്തിയ എവിടേക്ക്? അവിടെ ഫസ്റ്റ് കടത്തിയ എവിടേക്ക്? എന്താ നിങ്ങൾ ഒന്ന് മുണ്ടേ വെച്ചിരെ? ഫസ്റ്റ് കടത്തിയ എവിടേക്ക്? എന്താ കാരണം മദ്രസത്തെ പഠിപ്പു അത് ഒന്നാം പഠിപ്പു. ഫസ്റ്റ് സ്കൂൾ കടത്തിട്ട് പിന്നെ മദ്രസ കടത്തിയല്ല. ഫസ്റ്റ് കടത്തിയ മദ്രസത്ത് സുബൈക്ക് ಬೇಗ ബലമാണ്. സുബൈക്ക് ಬೇಗ കടത്തിയ മദ്രസത്ത് എന്താ കാരണം? ഫസ്റ്റ് പഠിപ്പു മദ്രസത്തെ പഠിപ്പു. മദ്രസത്തുക്ക് പോയി വന്ന പിന്നെ ഇല്ലേ, മദ്രസത്തുക്ക് പോയി വന്ന പിന്നെ സ്കൂളുക്ക് ഭർത്താവിടെ ഗൗജി. സ്കൂള് ഭർത്താവിടെ ഗൗജി കേൾക്കുമ്പോ ഷൂടെ നാട കാണ്ടില്ല. ഷൂ കണ്ട് ഷൂടെ കെട്ട ബല്ലി ഉണ്ടല്ലേ നാടെ, അത് അവന് കൊന്തുണ്ട്. അത് അവൻ ചിരിച്ചുകൊണ്ടുള്ളൂ. ഷൂടെ നാട കണ്ടില്ലേ, അത് എവിടെ മോർമോത്ത് വലിച്ചെറിഞ്ഞിട്ടായിട്ട്. അല്ലെങ്കിൽ രണ്ട് ഷൂല് ഒരു ഷൂ മാത്രം കാണ്ടേ, പിന്നെ ഒരു ഷൂ കാണ്ടില്ലേ. ഉമ്മ ഇത് തേടി പിടിക്കിടതറ ഗൗജി. ആണിങ്ങ നങ്ങ നെയ്ക്കോ വീട്ടിക്കിടാ, നങ്ങ പാണ്യത്ത് വീട്ടിക്കിട, അത് തേടി പിടിക്കട ഗൗജി. ആ ഉമ്മയുടെ ഗൗജി സുബ്ഹാനല്ലാഹ്. ഉമ്മ ബലമാന നിങ്ങളെ കിടാവിടെ മദ്രസത്ത് കടത്തുമ്പോ
ആ നിങ്ങളെ കിടാവ് കാലി മദ്രസത്തുക പോണ്ടോണ്ടു നിങ്ങ ബിയാരിക്കുക തീറാ നിങ്ങളെ കിടാവ് മദ്രസത്തുക പോണ്ടതര ಬಗ್ಗೆ ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപ്പാട്ടി എന്തിരകൊന്തുണ്ട ഞങ്ങളെ റായത്തങ്ങ ഹജ്ജുക്ക് പോയിട്ട് പണ്ടില്ലേ ആ ഹജ്ജുക്ക് പോയി വരുമ്പോ അതെ ഹജ്ജുക്ക് റായത്തെ ഈ റായത്തെ കൊറിയാൽമാരെ ഹജ്ജുക്ക് ഭർത്തായ രണ്ട് പേരിക്ക അപ്പൊ ഈ റായത്തങ്ങെല്ലാരും സേരിട്ട് അങ്ങൊരു സെൻഡ് ഓഫ് ആക്കില്ലേ ഒരു ബീൽ കൊടുക കാര്യക്രമാക്കില്ലേ എന്തേ കാരണം ഈ മനുഷ്യ ദുബായികല്ല പോണ്ടോ യാത്ര പോകുമ്പോ യാത്ര കടത്തോണ്ട് ചെന്നിട്ടൊന്ന് ഇസ്ലാമിലുണ്ട് പക്ഷെ ഇത് സാധാരണ യാത്ര അല്ല ഓണ് ദുബായിക വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തുക്ക് പോണ്ടല്ല ഓണ് പോണ്ട ഹജ്ജുക്ക് ആ ഹജ്ജുക്ക് കടത്തുമ്പോ എത്ര വലിയ സന്തോലത്തിലല്ലേ കടത്തുറോ എങ്കിൽ ഓ ആണിങ്ങളെ പെണിങ്ങളെ ഞങ്ങളെ മക്കങ്ങ ഒരു സുബൈക മദ്രസത്തുക്ക് പോകുമ്പോ ആ മക്ക മദ്രസത്തുക്ക് പോകുമ്പോ ആ പഠിക്കുക പോണ്ട മക്കു കിട്ട കൂലി എന്തിരകൊന്തുണ്ട പരിപൂർണമായ ഹജ്ജ് ആക്കിയ കൂലി കിട്ടിട്ട് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ല നോക്കറു നിങ്ങ മൻ ഗദാ ഇലൽ മസ്ജിദി ഒരാളതാ പള്ളിക്ക് പോണ്ടോ ഞങ്ങളെ മക്ക പള്ളിയുടെ മുട്ടത്തെ മദ്രസത്തുകല്ലേ പോണ്ടോ ആ മദ്രസത്തിൽ പോയിട്ട് മുസാഫ് പിടിച്ചിട്ട് ഖുർആൻ ഓതുകവേനായിട്ട് ഇൽമു പഠിക്കുകവേനായിട്ട് അലിഫ് ബാ താ സാ ജീം ഇങ്ങനെ അറബി അക്ഷര പഠിക്കുകവേനായിട്ട് ഞങ്ങളെ മക്ക പോണ്ടോ അങ്ങനെ സുബഹിക്ക് ഞങ്ങളെ മക്ക പോണ്ടെന്തിക്ക് ലാ യുരീദു ഇല്ലാ അൻ യതഅല്ലമ ഖൈറാ ഒരു സുബൈക്ക് ഞങ്ങളെ മക്ക ഖൈറ് പഠിക്കുകവേനായിട്ടല്ലേ പോണ്ടോ ഖൈറ് ചൊന്നെങ്കൊരു നല്ലത് പഠിക്കുകവേനായിട്ടല്ലേ പോണ്ടോ എങ്കിൽ കാനലകൂക അജ്രി ഹജ്ജിൻ താമ്മ ആ പോണ്ട കിടാവുകു പരിപൂർണമായ ഹജ്ജാക്കിയ കൂലി കിട്ടിട്ട് നാനല്ല ചൊന്നോണ്ടുള്ളൂ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങായിട്ടിക്കിട് അപ്പൊ ഞാൻ എന്റെ ഉമ്മമാരെ ഇത് ചൊന്നു ഒരു സുബൈക മക്കലെ മദ്രസത്ത് കടത്തുമ്പോ നിങ്ങ വിചാരിക്കണോ സാമാന്യ ഒരു മദ്രസത്ത് അല്ല കടത്തിയോണ്ടുള്ളൂ ഒരു ഹജ്ജിയുടെ കൂലി എടുക്കുന്നുണ്ട് കിടാവ് പോയോണ്ടുള്ളൂ ആ ഒരു വലിയ ബോധത്തിൽ വേണായിട്ടിക്കിട മദ്രസത്ത് കടത്തോണായേ കാരണം മദ്രസത്തിലുള്ള പഠിപ്പെന്ത്രോ അല്ലാഹുടെ ദീന്റെ ഭാഗ്യ ഉള്ള പഠിപ്പല്ലേ ദുനിയാവിടെ പഠിപ്പ് ഞങ്ങളെ മക്കൾക്ക് കൊടുക്കണോ കൊടുക്കണ്ടല്ല ഞങ്ങളെ മക്കൾക്ക് ദുനിയാവിടെ പഠിപ്പടെ കൊടുക്കണ്ടാണ്ടല്ല കൊടുക്കണം എല്ലാ പഠിപ്പും ഞങ്ങളെ മക്കൾക്ക് നല്ല പഠിപ്പ് കൊടുക്കണം ദുനിയാവിടെ പഠിപ്പും കൊടുക്കണം നല്ല പഠിപ്പാട്ടണം മക്കൾക്ക് ഈ കൊറിയ മക്കളെ കാട്ടിട്ട് കൊറിയ അബ്ബമാരെ മക്കളെ ಬಗ್ಗೆ ചൊല്ലാറ് അവന്റെ മക്ക ഓൺ ചൊല്ലേ പിന്നൊരുത്തര കാട്ടിട്ട് ചൊല്ലേ അയാളുടെ മക്കളെല്ലാവരും നല്ല പഠിച്ചിറാറ് നല്ല പഠിപ്പുള്ള മക്കാണ് അപ്പൊ ഈ ചൊല്ലുടെ ഓണ് കർത്താവില്ലേ ഓണ്ട മക്ക പഠിച്ചിട്ടില്ലല്ലേ അതിനർത്ഥ അല്ലെ പിന്നൊരുത്തര കാട്ടിടിച്ചോണ്ട് അയാളുടെ മക്കളെല്ലാം നല്ല പഠിപ്പുള്ള മക്ക നല്ല പഠിച്ചിറാറ് നിങ്ങൾ അതിനർത്ഥം എന്തോ അയാളുടെ മക്ക പഠിച്ചത്ര എന്തോ നണ്ട മക്ക എന്താക്കിട്ടില്ലേ പഠിച്ചിട്ടില്ലേണ്ടല്ലേ ചൊല്ലേ അതല്ലേ അതിനർത്ഥ അങ്ങനെ ഓതീറ പിന്നെ അഭിമാനത്തിൽ ഇങ്ങനെ ചൊല്ലണം അവന്റെ മക്കളെ ಬಗ್ಗೆ ചൊല്ലതല്ല അതേതായാലും ചൊല്ലണോ നന്റെ മക്ക നല്ല പഠിച്ചിരാറ് ഉസ്താദും ചൊല്ലണം അള്ളാഹു ഭാഗ്യ തരട്ട് ഇനി മക്ക പഠിച്ചില്ലെങ്കിലും പുള്ളിമാരെങ്കിലും പഠിക്കട്ടെ കാക്ക അല്ലെ അള്ളാഹു ഞങ്ങളെ പുള്ളിമാരോ നല്ല പഠിപ്പുള്ള ആക്കി തരട്ടെ അങ്ങനെ ഉണ്ട് ബൈസ്രങ്ങ ചിലപ്പോ ആമീൻ ചൊല്ലുമ്പോ ഇനി നന്റെ മക്ക എവിടെ പഠിക്കൂ മങ്ങിലായിട്ട് മക്കായിട്ട് കുട്ടിയായിട്ട് ഇനി ഓൺ പഠിക്കട്ടെ പഠിക്ക് അപ്പൊ ഞങ്ങളെ പുള്ളിമാരെങ്കിലും പഠിക്കട്ടെ മക്കം പഠിക്കട്ടെ പുള്ളിമാറും നല്ല പഠിപ്പാട്ടണോ കൊറിയ അബ്ബമാരുള്ളാറ് നിങ്ങളെല്ലാരും നല്ല അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് തരട്ടെ ഇനിയും നിങ്ങളെ കാണുമ്പോ നല്ല ബർക്കത്തുള്ള പോലെ കാണണ്ടേ ഇനിയും അള്ളാഹു ബർക്കത്ത് ഏറ്റി തരട്ടെ ഇല്ല അള്ളാഹു ബർക്കത്ത് ഏറ്റി തരട്ടെ പക്ഷെ നാ ചൊന്നോണ്ട് വന്നേ പിന്നെ എന്തിനെ കൊറിയ അബ്ബമാരുള്ളാറ് മക്കളെ പഠിപ്പ് ഇൻട്രസ്റ്റ് എന്തോ ആക്കില്ലേ പിന്നെ മക്കളെ നെയ്ക്ക് കൊടുത്തോണുണ്ട് വേഗം നെയ്ക്ക് കൊടുത്തോണു നെയ്ച്ചിട്ട് കൊറിയ ഔത്തര കഷ്ടപ്പാട് കൊണ്ടിട്ടു
കൊറിയ മക്കൾക്ക് പഠിക്കുകവാട്ടെ വേഗ പഠിപ്പ് പാതിൽ നിപ്പാട്ടിട്ട് നെയ്ക്കുക പോണ്ട ഒരു അവസ്ഥ ഉണ്ട്. അങ്ങനെ ഉണ്ട് കൊറിയ ഔത്തര പരിസ്ഥിതി അങ്ങനെ. എങ്കിൽ അബ്ബ നല്ല ഗട്ടിമുട്ടുള്ള അബ്ബ നല്ല കല്ല് പോലോത്ത അബ്ബ. അള്ളാഹു അബ്ബക്ക് ആഫിയത്ത് കൊടുക്കട്ടെ ഇല്ലേ. അബ്ബ ഒരു കുടുംബത്തെ യജമാന അല്ലേ അബ്ബ ചൊന്നെങ്കിൽ ആര് ഇടീ കുടുംബത്തെ പുറത്തിട്ട് ജീവിക്കണവനായിട്ട് ഇക്കട അബ്ബ ചൊന്നെങ്കിൽ. മക്കളെ നിങ്ങ കാലി ഉമ്മമാരെ മാത്രം പിർസവിച്ചെങ്കാവാലെ മക്കളെ. നിങ്ങ ഉമ്മമാരെ പിർസവിക്കണതൊട്ടിಗೆ അബ്ബമാരെ ആരും പിർസവിക്കണം. എന്താ കാരണം അബ്ബ ചൊന്നെങ്കില് നിണ്ടും നിന്റെ ഉമ്മടും പൊറുക്കിട ജീമായിട്ട് ഇക്കടി അബ്ബ ചൊന്നെങ്കിൽ ഇടീ നിന്റെ കുടുംബത്തെ തലയുടെ മേല് പുറത്തിട്ട് ജീവിക്കണേ അബ്ബ. ഏത് ടൈമിലും അയാളുടെ ഉറക്കിട കിനാവുല് പോലും നിണ്ടും നിന്റെ ഉമ്മട കണ്ടോണ്ടിക്കിട്. എങ്ങനെ ഇങ്ങനെ ബൽത്തരേ ചൊന്നിട്ട് അതര ಬಗ್ಗೆ ചിന്തിച്ചോണ്ടിക്കിട്. അല്ല കാരണം കുടുംബത്തെ തലല് പുറത്തിട്ട് ജീവിക്കട ബാപ്പ. അള്ളാഹു അബ്ബമാർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. ഈ ആണികൾ എല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. വേറെ കുറെ അബ്ബമാരുള്ളാറ് കുടുംബത്തെ ഒരു ജവാബ്ദാരിയും ഇല്ല. അങ്ങനത്തെ കുറെ അബ്ബമാരുള്ളാറ് ഓണ് കിട്ടിയവിടെ പോയിട്ട് ഓസിക തിന്നിട്ട് എങ്ങനെ ജീവിക്കട ഓന്റെ പെഞ്ഞൈ മക്ക എങ്ങനെ തിന്നോണ്ട് ജീവിക്കണോ ചെന്നിട്ട് ചിന്തിക്കാത്ത കുറെ അബ്ബമാരുള്ളാറ്. അള്ളാഹു ആ അബ്ബമാർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ. അതിനുണ്ടല്ലേ. പക്ഷെ എന്നാ ചൊന്നോണ്ട് വന്നേ ആ അബ്ബമാര് മക്കളെ പഠിപ്പ് പാതിൽ നിപ്പാട്ടിട്ട് ആ മക്കളെ കിട്ടിയ സ്വർത്തക്ക് കടത്തിട്ട് ആ മക്കളെ ഭവിഷ്യ നഷ്ടപ്പെടുത്തണ്ട നാ ചൊന്നുകൊണ്ട് വന്നേ. മുഞ്ഞാണ്ട് നന്റെ ദർസക്ക് ഒരു ഗസ്റ്റ് വന്നു ദുബായിയുടെ ഒരാള്. അയാൾ ചൊന്തു ഉസ്താദേ നിങ്ങളെ ദർസിൽ പഠിക്കട ഒരു മുത്തഅല്ലിം. ആ മുത്തഅല്ലിം ദുനിയാവിടെ പഠിപ്പും എത്ര വേണമെങ്കിലും പഠിക്കുക ഉഷാറുള്ളാണ് എങ്കിൽ അവന്റെ ഫുള്ളു ലാസ്റ്റ് തോലും ദീന്റെ പഠിപ്പ് എന്തുമല്ല ദുനിയാവിടെ പഠിപ്പേ പഠിക്കുക നല്ല ഉഷാറുള്ള മോണുള്ളാണ് എങ്കിൽ അവന്റെ കുടുംബത്തുക്ക് അവന്റെ ഔത്തരം അവന്റെ പഠിപ്പാട്ടകു അങ്ങനെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അതര കൊണ്ടിട്ടു ആ കിടാവിടെ പഠിപ്പ് നിപ്പാട്ടണ്ട. അതര ഖർച്ച് ഫുള്ളു നാൻ ഏറ്റെടുക്കട ഉസ്താദെ സ്വന്തം കായ്ത്തു ചൊന്നിട്ട് ഒരാളുടെ ചൊന്തു. പഠിപ്പയുടെ വില നോക്കൂ നിങ്ങ. പാതില് ഞങ്ങളെ മക്കളെ പഠിപ്പ് പാതില് നിപ്പാട്ടിട്ട് അങ്ങനെ കിട്ടിയ നയിപ്പും സ്വർത്തുകും കടത്തിട്ട് ആ മക്കളെ ഭവിഷ്യമെടക്കാക്കിരണ്ട. നല്ല നല്ല ബുദ്ധിയുള്ള മക്ക ഉള്ളാറ്. ആ ബുദ്ധിയുള്ള മക്കങ്ങ ചിലപ്പോൾ അബ്ബമാരെ ഒത്തായത്തില് പാതില് പഠിപ്പ് നിപ്പാട്ടിട്ട് കിട്ടിയ സ്വർത്തുക പോയിട്ട് ആ മക്കളെ ഭവിഷ്യ അങ്ങ് നഷ്ടപ്പെടുത്തിയോണ്ടുള്ളാറ്. വേണ്ട ബാപ്പാ ഞങ്ങ എത്രേ കഷ്ടബന്ധെങ്ങും വലിയല്ലേ. ഞങ്ങൾക്ക് ഞങ്ങളെ ഖബറില് സുഖ കിട്ടു ആഖിറത്തില് സുഖ കിട്ടു. ഞങ്ങളെ മക്കളെ പഠിപ്പാട്ടകു പ്രയത്നിക്കുവാ. ആ മക്കളെ പഠിപ്പാട്ടുമ്പോ ഇനിയായിട്ടിക്കിടുന്നാണ് ചൊല്ലുടെ വിഷയ കാലി അങ്ങക്ക് ദുനിയാവിടെ പഠിപ്പ് കൊടുത്തെങ്ക മെയ്യവാലെ കണ്ടില്ലേ കൊറിയ അബ്ബമാരുള്ളാറ്. നിങ്ങളെ ബഗ്ഗല്ല നാ ചൊന്നോണ്ടുള്ളൂ. നിങ്ങളെല്ലാരും നല്ല അബ്ബമാര്. കൊറിയ അബ്ബമാരുള്ളാറ് കണ്ണ് എത്താത്ത ദൂരത്തേക്ക് പെണ്ണ് മക്കളെ പഠിക്കുക കടത്തിറാറ്. കണ്ണെത്താത്ത ദൂരത്തേക്ക് പെണ്ണ് മക്കളെ പഠിക്കുക കടത്തിറാറ്. ഒരു വിഷയം ചൊല്ലട്ടാ തെരു തപ്പിട്ട് പോണ്ട ഒരേ ഒരു പഠിപ്പും ഞങ്ങളെ മക്കൾക്ക് വേണ്ട. തെരു തപ്പിട്ട് പോണ്ട ഒരേ ഒരു പഠിപ്പും ഞങ്ങളെ മക്കൾക്ക് വേണ്ട. ആ മക്കളെ ഞങ്ങളെ കണ്ണിട എതിർലേ പഠിപ്പാട്ട. ഞങ്ങൾക്ക് എപ്പോഴും കാണ്ട രൂപത്തിലേ ഞങ്ങളെ മക്കളെ പഠിപ്പാട്ട. അല്ലാണ്ട് ഞങ്ങളെ കണ്ണെത്താത്ത ദൂരത്തില് ഞങ്ങ ചിലപ്പോ അവൾക്ക് കോലാക്കിട്ട് കേക്കോ എവിടെടി നീന് അപ്പ അവള് ചൊല്ലേ ബാപ്പാ ನಾನು ಹಾಸ್ಟೆಲ್ലുള്ളೇ ಬಾಪಾ ನಾನು ಕಾಲೇಜುಲ್ಲೇ ಇಲ್ಲೇ ಅವಳು ಬೆರ್ದೆಗೆ ಕಲವು ಜೊನ್ನು ಬಾಪಗೂ ಗೊಂತುಂಡಾವೋಲು ಹಾಸ್ಟೆಲ್ಲುಲ್ಲೋ ಜೊನ್ನೊಟ್ಟು ಬಾಪಗೂ ಅರ್ಥಾವುಡಾವೋಲು ಕಾಲೇಜುಲ್ಲೋ ಜೊನ್ನೊಟ್ಟು ಇಲ್ಲೇ ബാപ്പ വിചാരിച്ചത് ഓൾ ചൊന്നതേ ബാപ്പകു സമ. മോളു ചൊന്നതല്ലേ ബാപ്പകു നേര്. മക്ക ചൊന്നതല്ലേ ഉമ്മ അപ്പകു നേര്. നേരായിട്ട് ഓല് ബാപ്പട മങ്കമർലാക്കിയാല് ഓല് ഉമ്മട മങ്കമർലാക്കിയാല് ഓല് കിട്ടിയ ഉണ്ടൊട്ടല്ലാകെട്ടോണ്ടുള്ളാല് പാർക്കിലും ബീച്ചിലും ചൊന്നിട്ടു അബ്ബായവണു ഉമ്മായവൾ എന്ത്ര വിചാരിച്ചിറോ ഓ നണ്ട മോലും ഈ കാലത്ത് കോളേജില് ചന്തത്തില് പഠിച്ചോണ്ടുള്ളാല് ചൊല്ലട്ടാ ഹിരിയങ്ങളൊട്ടാ അങ്ങനെ
അങ്ങനെ ഞങ്ങളെ മക്കളെ ആ രൂപത്തിൽ ഞങ്ങളെ കണ്ണെത്താത്ത ദൂരത്തിൽ പഠിക്കുക കടത്തിട്ട് അവള് എത്ര വലിയ ഡോക്ടർ ആയെങ്കെന്തേ, എത്ര വലിയ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയെങ്കെന്തേ, അവളുടെ കൊണ്ട് നക്ക് ഖബറുൽ സുഖ കിട്ടുവാ ബാപ്പാ, അവളുടെ കൊണ്ട് നക്ക് മഹ്ശറിൽ നെമ്മതി കിട്ടുവാ ബാപ്പാ. അതുകൊണ്ട് കണ്ണെത്താത്ത ദൂരത്തിൽ ഞങ്ങളെ മക്കളെ പഠിക്കുക കടത്തിട്ട് അങ്ങനെ കൊണ്ടിട്ട് ഞങ്ങൾക്ക് ആഖിറത്തിലും നരക സമ്പാദിക്കണ്ട. ഇത് സാന്ദർഭികമായിട്ട് ഞാൻ ചൊന്നോണ്ടുള്ളേ. ഇനി വേറെ കൊറിയ പഠിപ്പ് നിങ്ങൾ നോക്കൂ. ഞങ്ങളെ മക്ക ഇപ്പൊ ഉണ്ട് സ്കൂള് കോളേജുകളിൽ പോകുമ്പോ വെള്ളിയാഴ്ച 2 ജുമുഅ നിസ്കാരം നഷ്ടപ്പെട്ട എത്ര മക്ക ഉള്ളാറ് ഞങ്ങളെ സമുദായത്തില്. അള്ളാഹു നമുക്ക് നല്ല ബോധ തരട്ടെ. ഇല്ലേ, വെള്ളിയാഴ്ച 2 ജുമുഅ നിസ്കാരം നഷ്ടപ്പെട്ടു പോണ്ട് പ്രായപൂർത്തിയായ ആൺമക്കളെ ಬಗ್ಗೆ നാ ചൊന്നോണ്ടല്ലോ കോളേജിൽ പഠിക്കോ പോണ്ടോ എങ്കിൽ ആ മക്കളെ കോളേജ് കടത്തുമ്പോ ബാപ്പായോണ് ചിന്തിക്കണ്ടേ, നന്റെ മോണുകു വെള്ളിയാഴ്ച ജുമുഅ നിസ്കാര കഡ്ഡായ. ആ ജുമുഅ നിസ്കാര നന്റെ മോന്റെ ഡിഗ്രിയുടെ പഠിപ്പ് കാരണം കൊണ്ടിട്ട് ജുമുഅ നിസ്കാര നഷ്ടപ്പെട്ടു പോത്തീറാ, ജുമുഅ നഷ്ടപ്പെട്ടു പോത്തീറാ. ഓണ് ബണ്ടെപ്പ, ഓണ് ബണ്ടേ ഇമാമു രണ്ടാമത്തെ റക്അത്ത് റുക്കൂഅ എഞ്ചിട്ട് ഇമാമു സുജൂദുക്ക് പോയ പിന്നെ ഓണ് ബണ്ടോ ഓണ്ട ബണ്ട ബറ നോക്കണു. സുബ്ഹാനല്ലാഹ്, ഓണ്ട ബണ്ട ബറ കാണുമ്പോ ഭയങ്കര ഇൻട്രസ്റ്റ് ബണ്ടോ. അല്ല അവന്റെ ദൂരിട്ട് കാര്യല്ലേ, അവന്റെ എന്തിക്ക് ദൂരണായത്, അവന്റെ ദൂരിട്ട് കാര്യല്ലേ. ഓൻ ഭാര്യ ആവേശത്തിൽ പണ്ട് ജുമാ കിട്ടണു ആവേശത്തില് നോക്കുമ്പോ ഇവിടെ ഉസ്താദ് ഇമാമു ജുമാ നിസ്കാരത്തെ രണ്ടാമത്തെ റക്അത്തിലെ സുജൂദിനെ അല്ല പിന്നെ റുക്കൂഇനെ തല ഏറ്റിതാലക്ക് വന്നിട്ടായിട്ട് പിന്നെ ഓണക്ക് ജുമാ കിട്ടുക. ಅದರ ಮುನ್ನೋಲು ಬಂದಂಗಲ್ಲೇ ಓಣಗು ಜುಮಾ ಗಿಟ್ರೆ ಓಣಗು ಜುಮಾ ಗಿಟ್ಟಿಲ್ಲೇ എങ്കിൽ ഓൺ എന്തരാക്കണോ ഓണിക്ക് ഇൽമില്ല. അതിപ്പോ കോളേജിൽ പഠിപ്പാട്ടില്ലല്ലേ. ഓണിപ്പ രണ്ടാമത്തെ ഓണോ എങ്ങനെമാ വന്നു പോയ ജുമാ നിസ്കാരത്തണ്ട് പള്ളി എത്തിയ നോക്കുമ്പോ ഇമാം എന്തായിട് ജുമാ നിസ്കാരത്തെ രണ്ടാമത്തെ റക്അത്തിലെ തല റുക്കൂടെ തല ഒയ്ത്തിട്ട് സുജൂദ് പോയിട്ടായിട്. അങ്ങനത്തെ ഓൺ എവിടെ എന്തരാക്കടാ, ഓണ് ഇമാം സലാം വീട്ടിയ പിന്നെ ഓൺ എണിച്ചിട്ട് 2 റക്അത്ത് ജുമാ നിസ്കരിക്കട. അങ്ങനത്തെ ഒരു നിസ്കാരം ഉണ്ടാ. ജുമാ നഷ്ടപ്പെട്ടു പോയെങ്കിൽ അവൻ അവിടെ 4 റക്അത്ത് നിസ്കരിക്കണു. ജുമായുടെ നിയത്ത് വെച്ചിട്ട് 4 റക്അത്ത് നിസ്കരിക്കണു. ഈ രൂപത്തിൽ ആയെങ്കിൽ ചൊന്നിട്ട് ഇമാം ഇങ്ങനെ വെച്ചിരാറ്. അത് ഓണ് കൊന്തുണ്ടാ, ഓണ് കൊന്തില്ല. അത് ഓണക്ക് ചൊന്നു കൊടുക്കുക അബ്ബവും കൊന്തുണ്ടാ, അബ്ബവും കൊന്തില്ല. ഉമ്മവും കൊന്തുണ്ടാ, ഉമ്മവും കൊന്തില്ല. അബ്ബ ഉമ്മ കാലി മാർക്സ് കാർഡ് മാത്രം നോക്കിയാറ് ഡിസ്റ്റിങ്ഷൻ എത്ര മാർക്ക് കിട്ടിത്ത്. A+ എവിടെങ്കിലും ഒരു മോത്തുലു എ മാത്ര കിട്ടിത്ത്, A+ കിട്ടില്ല. എന്തല്ല ഈ കുറി A+ കിട്ടാത്തെ, കാലി എ മാത്ര കിട്ടിയോ, അല്ലെങ്കിൽ എന്തല്ല 1-2 വിഷയത്തിൽ എ മാത്ര കിട്ടിയോ, A+ കിട്ടാത്തോ അവിടെ A+ പോട്ടത് ദുനിയാവിടെ A+ അല്ലേ. ഇവിടെ വെള്ളിയാസത്തെ A+ കിട്ടാത്തത് എത്ര കാലായിട്ട്, അല്ല ജുമാത്തണ്ടത്തെ A+ കിട്ടാണ്ട് എത്ര കാലായിട്ട്. അത് അബ്ബു എന്തുണ്ടാ ഇല്ലേ നോക്കൂ നിങ്ങ ഇല്ല. ആ മോണു നക്ക് ആഖിറത്തിൽ ഉപകാരത്തുക ബറുവാണ് ബാപ്പാ. അവണ്ട കണ്ടിട്ടല്ലേ അവണ്ട മക്ക പഠിക്കടോ. നിങ്ങളെ മക്കളെ കൺട്രോൾ ആക്കിയെങ്കിൽ അവന്റെ മക്കളെ ಬಗ್ಗೆ ജവാബ്ദാരി ബണ്ട് അവണുകു. അപ്പ അവന്റെ മനസ്സിലൊരു വിചാരമുണ്ട്, നന്റെ ബാപ്പ നന്റെ പഠിക്കുക കടത്തുമ്പോ നന്റെ ജുമാ നിസ്കാര നഷ്ടപ്പെടാണ്ട് നന്റെ ബാപ്പ ശ്രദ്ധിച്ചോണ്ടിന്ത്. അതുകൊണ്ടിട്ട് ഒരു സ്കൂളിന്റെ കോളേജിനെ എടുത്തിട്ട് നന്റെ ബാപ്പ പിന്നൊരു കോളേജ് കിട്ടിത്ത്. എന്തേ കാരണ, ആ കോളേജിക്ക് പോയെങ്കിൽ നക്ക് ജുമാ കിട്ടില്ല ചൊന്നിട്ട് നന്റെ ബാപ്പക്ക് ഗൊന്തായിത്ത്. അതുകൊണ്ട് അവിടെ നന്റെ ബാപ്പ എടുത്തിട്ട് വേറെ ഒരു കോളേജിൽ പോയെങ്കിൽ ജുമാ നിസ്കാര കിട്ടം പോലത്തെ കോളേജ് നന്റെ ബാപ്പ അഡ്മിഷൻ ആക്കിത്ത്. ഇത് മോണ് പഠിച്ചപ്പോ മോന്റെ മക്കളെ കാലത്തിൽ മോണ് ചിന്തിക്കിട എങ്കിൽ നന്റെ മക്കളും അതുപോലെ നന്റെ ബാപ്പ ജുമാ നഷ്ടപ്പെടുത്തിട്ട് നന്റെ ബാപ്പ പഠിക്കുക കടത്തിയിട്ടില്ല. അതുകൊണ്ട് നന്റെ മക്കൾക്കും അങ്ങനത്തെ പഠിപ്പു വേണ്ട. അങ്ങനെ ഒരു തലമാറല്ലേ ബാപ്പമാരെ ഞങ്ങൾക്ക് വേണായത്. അങ്ങനത്തെ ഒരു തിങ്കിങ് ഞങ്ങളെ മക്കളയിൽ വേണ. ആ മക്കൾക്ക് നിങ്ങൾ ലൗകിക വിദ്യാഭ്യാസ പഠിപ്പാട്ടണ്ട അല്ല നാ ചൊന്നോണ്ടുള്ളൂ. എല്ലാ വിദ്യാഭ്യാസവും പഠിപ്പാട്ടൊരു ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പക്ഷേ ആ എല്ലാ പഠിപ്പടതറക്കാണ്ടിയാറ ഒന്നാമതായിട്ട് അല്ലാഹുടെ ദീന്
ആ ദീന്റെ ഞങ്ങളെ മക്കൾക്ക് ചെമ്മ പഠിപ്പാട്ടുകുവേനായിട്ട് പ്രയത്നിക്കറൂ. ನಂಗ ಚಿಂದಿಕೊಣಾಯ ನಂಡ ಮೋಣುಗು ഖുർആൻ ചന്ത ഓതുകു തെറ. കൊറിയ ബാപ്പമാർ ചൊല്ലുല്ലേ ഉസ്താദ് നക്ക് ഖുർആൻ സമ ഓതോ തെരല നണ്ട മോണു നണ്ട പോലെ ആവോ തീറ. അതാ അത് നല്ല പൽക്ക. അബ്ബക്ക് ഇപ്പം പഠിക്കാം, ഖുർആൻ പഠിക്കോ തീരാറ്റൊന്നുമില്ല. ബാപ്പക്ക് ഖുർആൻ ഓത്ത് തരില്ലെങ്കിൽ ഇപ്പം പഠിക്കാം. ബേസായ പിന്നെ ഖുർആൻ പഠിക്കാൻ ഇല്ലാണ്ടൊന്നുമില്ല, ഇപ്പം പഠിക്കാം. എങ്കിൽ കൊറേ അബ്ബമാർ നല്ല നിയത്തിന് ചൊല്ലാറ് ഉസ്താദ് നങ്കേതായാലും ഖുർആൻ ബേനായ പോലെ എല്ലാം ഓതുകു തീരില്ല ഉസ്താദ്, ഞങ്ങൾ പഠിച്ചിട്ടില്ല അല്ലെ. പണ്ടെല്ലാം ഇങ്ങനെ പഠിക്കടേ ഇങ്ങനത്തെ സൗകര്യം ഇന്നിട്ടില്ല. ഇന്റെ ഊണ് എങ്ങനെ പഠിക്കാം. മുഞ്ഞാണ്ട് മൈക്കാലത്ത് ജപ്പ് കുടുപ്പാടി ചൊണ്ട പക്കത്തിൽ നാ മുഞ്ഞാണ്ട് വാളുപോയപ്പോ അവിടെ ഒരു ഔത്തു പോയ അവിടെ 22 വയസ്സരെ ഒരു മുഹമ്മദ് മൂമിൻ ചൊന്നിട്ടൊരു ബാലക്കാര ഉള്ള 22 വയസ്സരങ്ങല്ലോ ഒന്ന് കൈവയ്ത്തോറ് നോക്കാം. ഇപ്പൊ ആറ് ഒയ്ത്തില്ല എണ്ണകൊന്തുണ്ട്, ಅದಕ್ಕೆ ಒಂದು ಒಯ್ತೋರು ಉಂಟು. 22 ವಯಸ್ಸರಂಗ ನಕ್ಕ ಒಯ್ತೋಗಾವಿಲ್ಲ, കാരണം നക്ക് 37 ആയിട്ട്. നാനിനിപ്പോ 22 വയസ്സ് ഒയ്ത്തിയ എൻ്റെ ഉമ്മ അവിടെ ലൈവിൽ നോക്കിയുണ്ട്. എനിക്കപ്പല്ല 22 ആയി കേൾക്കില്ല ഉമ്മ. അപ്പൊ അതുകൊണ്ട് 22 ആ പരിസര 25 ഉൽഗത്തങ്ങ ഒന്ന് കൈവയ്ത്തോರು. മാഷാ അല്ലാ ബേ കൈവയ്ത്തോರು, നീ പേടിക്കണ്ട. 25 നടുലു അല്ലാഹു ആഫിയത്ത് തരട്ടെ, അള്ളാഹു ആഫിയത്ത് തരട്ടെ. ഇപ്പൊ കൈവയ്ത്തോ മനസ്സ് കണ്ടില്ല എങ്കിൽ നിങ്ങൊന്നുണ്ടാ 35, 40, 45 കല്യാങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ കൈവയ്ത്തോ മനസ്സായിട്ടില്ലേ? 25 നടുവിൽ നാമീത്തായിട്ടില്ലെങ്കിൽ ഒക്കെ അല്ലേ നിങ്ങ കൈ വയ്ത്തറാറ് പറഞ്ഞാൽ ഇപ്പല്ല. എപ്പ വന്നുണ്ടാ നിങ്ങൾ 40, 45 വയസ്സാവുമ്പോ അപ്പ നിങ്ങളെ മനസ്സിൽ അണ്ടത്തെ ഉസ്താദുമാർ വന്നിട്ട് വാല് കേൾക്കുമ്പോ അപ്പൊ നിങ്ങളെ കൂട്ടത്തിൽ 25 വയസ്സിലൊക്കെ ആരണ്ട് കേൾക്കുമ്പോ അപ്പൊ കൈ വയ്ത്തോ ആവില്ല. 40, 45 കഴിഞ്ഞിട്ടിക്കിട്. പക്ഷെ മനസ്സിലൊരു വിചാരമുണ്ട്, അമ്മ നാ വയ്ത്തിറാന്ത ഇപ്പ നന്റെ വയസ്സിപ്പോ ഒരു 25 ആയിട്ടില്ലെങ്കിൽ എന്തെല്ലാം പാർച്ച ഭാര്യാന്ത് അല്ല വിഷയം ഉണ്ടല്ലേ. എങ്കിൽ നീ ഒന്നുണ്ടാ അവನು മുഹമ്മദ് മുഅ്മിൻ ചൊല്ലെ 22 വയസ്സിലെ ഒരു ചെറുക്ക. ആ ചെറുക്കയുടെ പ്രത്യേകത എന്താ ഒന്നുണ്ടാ, അവന് കിടന്ന കിടത്തത്തിലുള്ള ബാപ്പ 25 വയസ്സിലെ മുഹമ്മദ് മുഅ്മിൻ ചൊല്ലെ ചെറുക്ക കിടന്ന കിടത്തത്തിലുള്ള അവന് എഞ്ചിട്ട് ദൈക്കിട ഭാര്യ കഷ്ടത്തില് അവനക്ക് കണ്ണ് കാണ്ടില്ല. പക്ഷെ അവന്റെ മൂത്തോണ് നണ്ടയില് ചൊന്ന ഉസ്താദേ ഓണ്ടെ ഇങ്ങനെ നിങ്ങ കാണണ്ട, ഇങ്ങനെ കാണണ്ട് പിന്നെ എങ്ങനെ കണ്ടേ ഓണു കിടന്നവിടെ എഞ്ചി ദൈക്കുകായ ഉണ്ടില്ല, കഷ്ടത്തിൽ ഭാര്യ കഷ്ടത്തിൽ എഞ്ചി ദൈച്ചോല്ല, കണ്ണും കാണില്ല. പക്ഷേ ഖുർആന്റെ ഏത് ഭാഗത്തും അവನು കാണാണ്ടെ ഓതറ ഉസ്താദേ. നിങ്ങൾ നോക്കൂ, ഖുർആന്റെ ഏത് ഭാഗവും കണ്ണു കണ്ടില്ല. നിങ്ങൾക്ക് നാ പേണെങ്കിൽ അവന്റെ നോക്കണുണ്ട് ആശ ഉണ്ടാ, അവന്റെ ഖുർആൻ ഓത്ത് കേൾക്കണുണ്ട് ആശ ഉണ്ടാ എങ്കിൽ ഞാൻ അങ്ങനെ നമ്പർ തന്റെ അഡ്രസ് തന്റെ പോയിട്ടൊന്ന് ഖുർആൻ ഓതു പാട്ടു. നേരു നാ ചൊന്നോണ്ടില്ല, വെറുതെ ഒന്നോണ്ടില്ല. ഉസ്താദ് ഖുർആന്റെ ഏത് ഭാഗം ഉണ്ടെങ്കിൽ ഓതു പാട്ടി ഓതുറ. ഞാൻ അവന്റെ മുട്ട പോയി ദച്ചിട്ട് ഞാനിങ്ങനെ ഉണ്ടെങ്കിൽ ഖുർആൻ ഓതു പാട്ടിയ ഞാനൊരു ആയത്ത് ഓതിട്ട് ಅದರ ಅಪರ ಓದೋ ಜೊನ್ನೆ ಅವನದರ ಅಪರ ಓದಿಯ സുബ്ഹാനല്ലാ. അങ്ങനെ 2-3 പക്കത്തെ ഓതുപാട്ടിയെ അവൻ അതരപ്പുറ ഓതിട്ട് ഇത് ഏത് സൂറത്തിലുള്ളോണ്ട് അതും കൂടി ചൊന്നോണ്ടുള്ള സുബ്ഹാന ജല്ല ജലാലു. അപ്പൊ നണ്ടയില് ഈ അവന്റെ മൂത്തോണ് ചൊന്തു ഉസ്താദ് നിങ്ങത്തെ ഖുർആൻ തപ്പോതോറു. അപ്പൊ അവൻ സമോദറാണ് നോക്കാൻ ഖുർആൻ അങ്ങനെ ഖുർആൻ തപ്പോതിയങ്കാവാ, ഖുർആൻ തപ്പോതിയങ്കാവാലല്ലേ ചൊന്നതെല്ലാം കേട്ടെങ്കാവാലെ ആയെങ്കു നാം മെല്ലെ തെല്ലിങ്ങനെ നോക്കുമ്പോ ഒക്കു ഓൺ സമാ ഖുർആൻ ഓതറ. അങ്ങനല്ല ഉസ്താദ്, ഇങ്ങനെ ഉസ്താദ് നോക്കരുത്. നിങ്ങൾ 22 കണ്ണു കാണ്ടില്ലേ. നക്കൗണ്ട കണ്ടപ്പ വലിയ അഭിമാന ഫീലായിട്ട്, വലിയ പ്രൗഡ് ഫീലായിട്ട്. അപ്പൊ നാ കേട്ടെ ഓൺ എങ്ങനെ ഇത് പഠിച്ചേൻ. അപ്പൊ എന്തിനാ ചൊന്ന ഒന്നുണ്ട് ഉത്തര എന്തിനാ അലക്സ ചെന്നിട്ടൊന്നുണ്ട. ഇപ്പൊ അലക്സ ചെന്നിട്ടൊന്നുണ്ടല്ല. നിങ്ങൊന്ന് ലൈവ് കൊടുക്കണമെങ്കിൽ അതൊന്നില്ലേ അലക്സ ചെന്നിട്ടൊന്നുണ്ടാ. പിന്നെ അലക്സ ചെന്നിട്ടൊരു ആപ്പ് ഉണ്ട്. ಅದರ മുഖാന്തര ഓണ് കേട്ടിട്ട് പരിശുദ്ധ ഖുർആന്റെ കാണാണ്ടെ പഠിച്ച ഇപ്പ ആ ഖുർആന് കാണാണ്ടെ ഓതിയോണ്ടുള്ള പരിശുദ്ധ ഖുർആന് കാണാണ്ടെ ഓതിയോണ്ടുള്ള ഓ ബാലക്കാര
ഇറിയത്ത 2 വയസ്സുള്ള മുഹമ്മദ് മോമിന് ചൊല്ലെ ചെറുക്ക അതേ എഞ്ചിട്ട് നിക്കൊകു ഒർത്തനെ നിക്കൊകു താക്കത്ത് കൊറടി ഉള്ള ചെറുക്ക കിടന്ന കിടത്തത്തിലുള്ള ചെറുക്ക കഷ്ടപ്പെട്ടിട്ട് കിടന്ന കിടത്തത്തിര എഞ്ചിട്ട് ദൈക്കട ചെറുക്ക കണ്ണുപോലും കാണാത്ത ചെറുക്ക ആ ചെറുക്ക ഖുർആനെ കാണാണ്ട പഠിച്ചാണ്ടായെങ്കിൽ എനിച്ചിട്ട് നടക്കുള്ളതാണ്. അതുപോലെ കണ്ണ് കാണ്ട നക്ക് പരിശുദ്ധ ഖുർആനെ കാണാണ്ട പഠിക്കുക. എന്തിക് മടിമോനെ, എന്തിക് ചങ്ക്യമോനെ. അതേ രക്ഷിതാക്കളെ, ഹിരിയങ്ങളെ, നങ്ങളെ മക്കളെ കൊണ്ട് അഭിമാനിക്കുമ്പോ ഏറ്റവും പ്രധാനമായും അഭിമാനത്തിൽ ചൊല്ലണായ പൽക്കയന്ത്രോ ഉസ്താദേ നാണേതായാലും പഠിച്ചിട്ടില്ല സമ നണ്ട മക്ക ഖുർആന് പഠിക്കണു. 30 ജുസു നല്ല ഉഷാറായിട്ട് കാണാണ്ട പഠിക്കണോണ്ടല്ല, അത് മാത്രല്ല ചൊന്നോണ്ടുള്ളൂ. മുസാഫ് നോക്കിട്ട് തപ്പില്ലാണ്ട 30 ജുസു ഖുർആന് ഓതുകു. നണ്ട മോണുകു കിട്ടണോ തെരിയണോ, നണ്ട മോലുകു തെരിയണോ. അങ്ങനത്തെ മക്ക നക്ക് വേണു ചൊന്നിട്ടോ ബാപ്പമാരൊരു തീരുമാനം എടുക്കണു, ഉമ്മമാരൊരു തീരുമാനം എടുക്കണു. എന്തേ കാരണം ഖുർആന് അതേ പഠിപ്പുള്ള മോണു. നാളെ ആഖിറത്തിൽ ഞങ്ങളെ മക്ക വരുമ്പോ ഞങ്ങ ഉടെ മാത്ര ബൊമ്പായിട്ട് നടന്നിട്ട് കാര്യമില്ല. വലിയ വലിയ അരമന പോലോത്ത ഔത്തുല് തെച്ചിട്ട് മാത്ര കാര്യമില്ല. വലിയ വലിയ കാറിൽ മാത്ര ട്രാവൽ ആക്കിയിട്ട് കാര്യമില്ല. ഈ ദുനിയാവ് എങ്ങനെ തീന്നിട്ട് പോണ്ട നാളുകല്ലേ. ഈ ദുനിയാവിൽ അല്ലാഹു തആല എത്ര നാല് ഞങ്ങൾക്ക് തണ്ണി ബാക്കി വെച്ചിറാണ്ട് ചൊല്ലുകാവില്ല. ഇന്നലെ നാന് വാലു ചൊന്നുര കാസർഗോഡ് ജില്ലയില് ഇണ്ടത്തെ ഉച്ചിലെത്തുക നക്ക് ധൈര്യം ഇന്നിട്ടില്ല. റബ്ബ് ആയുസ് തന്നിട്ടല്ലേ നാനുടക വന്നു. ഈ വാല് കഴിഞ്ഞിട്ട് 4:45 മൈക്കാലത്തെ എയർപോർട്ട് നക്ക് ബാംഗ്ലൂർക്ക് പോകുണ്ടു. 4 ജാവു ബാംഗ്ലൂർ ശിവാജി നഗറിലായിട്ട് കിടന്നക്ക് വാലുള്ളൂ. പക്ഷേ പ്രോഗ്രാം നോട്ടീസിൽ നണ്ട പേരുണ്ടു. അവിടെ നാന് വാലു ചൊല്ലുക എത്തുവേ നക്ക് ഗ്യാരണ്ടി ഇല്ല. നിങ്ങെല്ലാരും നക്ക് വേനായിട്ട് ദുആർക്കണു. പടച്ച റബ്ബ് ഇനിയും ചെമ്മക്കാല ഇതുപോലെ ഇൽമു ചൊല്ലുകൊള്ള ആഫിയത്ത് വേണു, അതൊക്കെ ദീർഘായുസ് വേണു. അതൊക്കെ നിങ്ങെല്ലാരും പെരുസ വെച്ചിട്ട് നക്ക് ദുആർക്കണു. അല്ലാഹു ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളെ കുടുംബത്തും ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. പക്ഷേ ഉടര തന്നി ഒർന്നാലല്ല ഒർന്നാല് തീർന്നല്ലേ ബാപ്പ. പക്ഷേ എത്ര കുടിച്ചെങ്കിലും തീരാത്ത തന്നെയുള്ള ലോകല്ലേ പരലോക. ആ ആഖിറത്തിൽ വരുമ്പോ നാണൊന്നു ബൊമ്പ ആവണു. ഉടനങ്ങ ഇങ്ങനെ കോലർ വെള്ളിയാക്കിയിട്ട് കാര്യമുണ്ടാ? ഉടനങ്ങ ഇങ്ങനെ ഗത്ത് കാട്ടിട്ട് നടന്നിട്ട് കാര്യമുണ്ടാ? ഇല്ല. ആഖിറത്തിൽ ഞങ്ങൾക്കൊരു ഗത്ത് വേണു. ആഖിറത്തിൽ ഞങ്ങൾക്ക് ഗത്ത് വേണു. അവിടെ നാണ് ഗത്ത് കാട്ടിട്ട് നടക്കണു. അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. ആഖിറത്തിൽ കൊറിയ ഉമ്മ അബ്ബമാര് വലിയ ഗത്തുണ്ട് കേട്ടോ. വലിയ ഗത്തിൽ ഭണ്ഡാര കൊറിയ ഉമ്മ അബ്ബമാര് ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ല നോക്കറു. നിങ്ങ കൊറിയ ഉമ്മ അബ്ബമാര് ആഖിറത്തിൽ വലിയ ഗത്തിൽ ഭണ്ഡാര് ആരോഗത്തുണ്ടാ. അതുപോലെ കൊറിയ മക്ക ആഖിറത്തിൽ വലിയ ഗത്ത് കാട്ടിട്ട് ഭണ്ഡാര് ആര്? ആ മക്ക ഉടെ ക്രിക്കറ്റിൽ സെഞ്ചുറി അടിച്ച ഉണല്ല, മാൻ ഓഫ് ദ മാച്ച് കിട്ടിയ ഉണല്ല, മാൻ ഓഫ് ദ സീരീസ് കിട്ടിയ ഉണല്ല. ഓ നണ്ട യലങ്ങമാരെ മൊബൈലില് കളിച്ച ഉണല്ല. ആഖിറത്തിൽ വലിയ ഗത്തുള്ള ഉണാറുകൊണ്ടുണ്ട. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലുല്ലേ, മൻ ഖറഅൽ ഖുർആന വതഅല്ലമഹു. ദുനിയാവിൽ ഖുർആൻ ഓതുക പഠിച്ച മോണുള്ളാണ്. ദുനിയാവില് ഖുർആൻ ഓത്തു പഠിച്ച മോളുള്ള ഈ മരണ അപ്പറതെച്ചിട്ട് നണ്ട വാല് കേട്ടോണ്ടുള്ള ഉമ്മമാര് സമാഗമന വെച്ച് കേക്കൊരു. ഖുർആൻ ഓത്തു പഠിച്ച മക്ക ഉള്ളാറാ നക്കും നിങ്ങകൂ. എങ്കിൽ ആ മക്ക നാളെ ആഖിറത്തിൽ വരുമ്പോ ഉൽബിസ യൗമൽ ഖിയാമ താജം മിൻ നൂർ. ഇത് നൗഫൽ അല്ലാ ചൊന്നോണ്ടുള്ളോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ല നോക്ക
നോക്കൊരു നിങ്ങ ആ മക്ക നാല് ആഖിറത്തിൽ വരുമ്പോ ദുനിയാവില് ഖുർആൻ ഓത്തു പഠിച്ച മക്ക ആഖിറത്തിൽ വരുമ്പോ ആ മക്കല തലല് അല്ലാഹു തആല ഒരു പ്രകാശത്തെ കിരീട വെച്ചു കൊടുക്കുടാ മലക്കുകളട്ട അല്ലാഹു ചൊല്ലൗല നണ്ട മലക്കുകളെ ആ മക്ക ആറുകൊണ്ടുണ്ടാ സാമാന്യ മക്ക അല്ല ദുനിയാവില് കഷ്ടപ്പെട്ടിട്ട് ഖുർആൻ പഠിച്ച മക്ക അങ്ങനെ ഉമ്മ അബ്ബമാര് മദ്രസത്ത് കടത്തിയപ്പ മദ്രസത്തെ ഉസ്താദുമാര് കഷ്ടപ്പെട്ടിട്ട് അങ്ങനെ മക്ക ഗുബേനായിട്ട് ഖുർആൻ പഠിപ്പാട്ടിയപ്പ ഈ മക്ക ഖുർആൻ പഠിച്ചാറ് മലക്കുകള് അതുകൊണ്ട് ആ മക്കകു നിങ്ങ പ്രകാശത്തെ കിരീട തലല് വെച്ചു കൊടുക്കറൂ അല്ലാഹു തആല മലക്കുകളൊട്ട ചൊല്ലുമ്പോ മലക്കുങ്ങ പ്രകാശത്തെ കിരീട ഈ മക്കളെ തലല് വെച്ചു കൊടുക്കിടാറൂല ആ പ്രകാശ ഏത് പ്രകാശ ഉടെ ജണ്ട് ലൈറ്റിങ്ങ വെച്ചിട്ടില്ലേ ഇതുപോലത്തെ പ്രകാശ അല്ല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലു ലൗഉഹു മിസ്ലു ലൗഇ ശംസി ആ പ്രകാശത്തെ ബെൽച്ച എത്ര കൊണ്ടുണ്ട സൂര്യയുടെ ബെൽച്ച കണ്ടില്ലേ നിങ്ങ ആ സൂര്യയുടെ ബെൽച്ചത്തെ പ്രകാശ പോലോത്തെ പ്രകാശ കൊണ്ടിട്ടു ഉണ്ടാക്കിയ ഒരു കിരീട ഈ മക്കളെ തലല് വെച്ചു കൊടുക്കൂ മലക്കുകളെ ചൊന്നിട്ടു അല്ലാഹു മലക്കുകളട്ട ചൊല്ലാ ഇത് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്ന പിന്നെ തങ്ങ പാഠം ചൊല്ലറു നോക്കറു നിങ്ങ ആ മക്ക ആഖിറത്തിൽ വന്നിട്ട് കത്ത് കാട്ടുമ്പോ ആ മക്കളെ ഉമ്മ അപ്പമാർ അവിടെ ഉള്ളാറ് ഓ ബാപ്പമാരെ ഉമ്മമാരെ 10 മക്കളെ ഉമ്മ അപ്പ ചൊന്നിട്ടും നടന്നെങ്കിൽ മാത്രമയ്യാവാല് നക്ക് 4-5 മക്ക ഉള്ളാറ് ചൊന്നെങ്കിൽ മാത്രമയ്യാവാല് എത്ര മക്കാട്ട് കണക്ക് ചൊല്ലുമ്പോ അഭിമാനത്തിൽ ചൊല്ലുല്ലേ 4 മക്ക നക്കുള്ളാറ് 5 മക്ക നക്കുള്ളാറ് ആ പൽക്ക മാത്രമയ്യാവാല് ആഖിറത്തിൽ ഞങ്ങളെ മക്കളെ കൊണ്ടിട്ടു ഞങ്ങൾക്ക് കത്ത് കാട്ടുക തീരണു ആഖിറത്തിൽ ഞങ്ങളെ മക്കളെ കൊണ്ടിട്ട് ഞങ്ങൾക്ക് കത്ത് കാട്ടുക തീരണമെങ്കിൽ ഞങ്ങളെ മക്ക ഗാഞ്ചത്ത മക്ക ആയിട്ട് അതപ്പതിച്ചു പോകുക തീറ ഞങ്ങളെ മക്ക വേറേതെങ്കിലും തെരുതപ്പിയ മക്ക ആവുക തീറ ഹബീബായ തങ്ങ ചൊല്ലു നോക്കൊരു നിങ്ങ ഈ കത്ത് കാട്ടെ മക്ക നാല് ആഖിറത്തിൽ വരുമ്പോ ഖുർആൻ പഠിച്ച മക്ക വരുമ്പോ ആ മക്കളെ ഉമ്മ അബ്ബമാർ അവിടെ ഉള്ളാറല്ലേ ആ മക്കളെ ഉമ്മ അബ്ബമാർക്കും അല്ലാഹു തആല നല്ല ആഭരണ ധരിപ്പാട്രാ നല്ല ആഭരണ ധരിപ്പാട്രാ എന്തികു കൊണ്ടുണ്ടാ ആ ആഭരണ ധരിപ്പാട്ടുമ്പോ ഉമ്മകെ വലിയ ആശ്ചര്യ ഉമ്മ അപ്പട തലലും അല്ലാഹു തആല കിരീട വെച്ചു കൊടുക്കൂടാ മലക്കങ്ങ കിരീട വെച്ചു കൊടുക്കൂ അല്ലാഹു മലക്കങ്ങളൊട്ട ചൊല്ലാ ആ മക്കളെ ഉമ്മ അപ്പട തലകും കിരീട വെച്ചു കൊടുക്കൂ അപ്പ ഉമ്മകു അതിശ്യാവുടു അപ്പകു അതിശ്യാവുടു ഉമ്മ അപ്പ മലക്കങ്ങളൊട്ട കേക്കടാറ് അല്ല മലക്കങ്ങളെ നണ്ട തലല് കിരീട വെച്ച് തറുകു മാത്ര നാനങ്ങനത്തെ നല്ല സ്വരന്തും ദുനിയാവുലാക്കിട്ടില്ലല്ലേ പിന്നെന്തിക നണ്ട തലല് കിരീട വെച്ച് തണ്ടോ അപ്പ മലക്കങ്ങ ചൊല്ല പൽക്കെന്ത്രോ ഒക്കു സമ നിങ്ങ അധികെന്തു ആക്കിട്ടില്ല സമ പക്ഷേ ബി അഖദി വലദികുമൽ ഖുർആൻ നിങ്ങളെ മക്ക ഖുർആൻ പഠിച്ചിറാറല്ലേ ആ മക്കളെ ഖുർആൻ പഠിക്കുക നിങ്ങ കടത്തിയാറല്ലേ ആ ഖുർആൻ പഠിച്ച മക്ക നിങ്ങൾക്കുള്ളത് കൊണ്ടിട്ടു ആ മക്കളെ തലല് പ്രകാശത്തെ കിരീട വെച്ച് കൊടുക്കുമ്പോ നിങ്ങളെ തലലും കിരീട വെച്ച് തറകൂ അല്ലാഹു മലക്കങ്ങളട്ട ചൊല്ലാ ഇത് പഠിപ്പാട്ടിയ നേതാവായിട്ടിക്കിട് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി മുഹമ്മദുർ റസൂലുള്ളാഹി ഇപ്പൊ ഒരു സ്വഭാവം തുടങ്ങിയില്ലേ ചൊന്നെങ്കിൽ നിങ്ങൾക്ക് ബേജാറാവുന്നില്ല മക്കൾക്ക് കാലി പാട്ട് മാത്രം പഠിപ്പാട്ടോ അതിനൊന്നുണ്ട മക്കൾക്ക് കാലി പാട്ട് മാത്രം പഠിപ്പാട്ടോ ഉമ്മമാർക്ക് കുറെ ഉമ്മമാർക്ക് അങ്ങനത്തെ ഒരു ബിയാറുണ്ട് 3 പാട്ട് പാടിയെങ്കിലും തീരുത്തുണ്ട് അത് പിന്നെ എടുത്തിട്ട് സ്റ്റാറ്റസ് എടുത്ത് വെക്കറോ ലമ്മ പാട്ട് പാടണ്ടാണ്ടല്ല നാ ചൊല്ലു നിങ്ങളെ മക്കോ പാട്ട് പാടുற സൗണ്ട് ഇന്നെങ്കിൽ പാട്ട് പാടുപാട്ടോ
പക്ഷെ അതിനെക്കാട്ടി മൂന്നോല് പിന്നൊന്നില്ലേ എന്തോ അത് ഖുർആൻ പടിപാട്ടു ഉമ്മ. നിങ്ങളെ മക്ക മദ്രസത്തുക്ക് പോയി വന്നെങ്കിൽ ആ മക്കളെ ഒന്ന് മുട്ട തേപ്പാട്ടിട്ട് ഖുർആൻ ഓതുപാട്ടു. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരബ്ബക്ക് അള്ളാഹു താല ദുനിയാവിൽ തന്റെ ഏറ്റവും വലിയ കൊസി എന്താ ചൊല്ലോറ് നോക്കാം. ആർക്കെങ്കിലും ചൊല്ലോ തീർവ. ഒരബ്ബായാണ്. ഇപ്പൊ നാണു അബ്ബ നിങ്ങൾ അബ്ബമാരല്ലേ അല്ലേ അല്ലേ? ഒരുത്തരട്ടെ കേട്ടാൽ അബ്ബ ഉള്ളാണ്ട്. അപ്പൊ അവന് ചൊന്നോല അബ്ബടങ്ങ അവിടേക്ക് പോയിട്ട് ആരുണ്ട്. അപ്പൊ അയാൾക്ക് എടുത്തോളൂ നീക്ക് എത്ര അബ്ബ ഉള്ളാറില്ലാണ്ട്. പിന്നെ അബ്ബടങ്ങാണ്ടല്ലേ ഓണ് ചൊന്നേ. ഓൺ ബാരങ്ങളും കൂട്ടിട്ട് ചൊന്നേ. അപ്പൊ അയാൾക്ക് എടുത്തോളൂ നീക്ക് എത്ര അബ്ബമാറുള്ളാരാണ്. ഈ കേട്ടത് ഉറക്കു തൂങ്ങാണ്ടിക്കുമ്പോ എന്നെ ചൊന്ന ചൊന്നോണ്ടല്ലോ. ദുനിയാവിൽ അള്ളാഹു നമുക്ക് തന്റെ ഏറ്റവും വലിയ നെമ്മതി എന്താ ചൊല്ലോറ് നോക്കാം. ഞങ്ങ കഷ്ടപ്പെട്ടിട്ട് നെയ്പ്പുക്ക് പോയിട്ട് ബാണ്യത്തുക്ക് പോയിട്ട് വാപ്പാസ് ഞങ്ങൾ വന്നിട്ട് ഒന്ന് കുളിച്ചിട്ടല്ല ഫ്രഷ് ആയിട്ട് പുറത്ത് പറയുമ്പോൾ കൊസി അവിടെ അല്ലേ ഓക്കെ അല്ലേ? ഒന്ന് കുളിച്ചിട്ടല്ല വരുമ്പോ കുളിച്ചിട്ട് പിന്നെ എ സിയും കൂടി ഇട്ടെങ്കിൽ പിന്നെ കേക്കണ്ട. അതൊരു നെമ്മതി വേരമേ ഒക്കെ അല്ലേ? ഇല്ല ആറൗത്തല്ല എ സി ഉണ്ടെന്ന് കൈവയ്ത്തോറു. എന്താ അതും കൂടി ഇപ്പൊ നക്കെന്ത് നിങ്ങൾ ഔത്തിൽ എ സി എന്ത് വേണ്ട. നന്റെ ഔത്തിലും എ സി ഉണ്ട്, നന്റെ പള്ളിയിലും എ സി ഉണ്ട്. ഒന്നും ആറൗത്തിലും എ സി ഇല്ലാത്ത അക വാരി കൊറടി ഒക്കെ അല്ലേ? എത്രേ ചെറിയ ചെറിയ റൂമാവട്ടെ ചെറിയ അകാവട്ടെ ചെറിയ റൂമായെങ്കും ചെറിയ അകായെങ്കും സമ അല്ലേ? ഞങ്ങൾ ഫസ്റ്റ് നോക്കട്ടെ, ബാക്കിയല്ല പിന്നെ എന്തിനും നോക്കട്ടെ. ഫസ്റ്റ് എ സി അല്ല 6 ഗാവ് ഉസ്താദ് ഈ സെക്ക 6 ഗാവ് ഈ സൈക്കോ സെക്ക 6 ഗാവ് ഉസ്താദേ അല്ലേ? ഞങ്ങൾ വേഗം എ സി വെക്കട. അള്ളാഹു താല അങ്ങനെ ആ എ സി അല്ല വെക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ അല്ലേ? പള്ളിയിലും മേത്തു എ സി വെച്ച പള്ളി ഉണ്ടായെങ്കിൽ പിന്നെ കേക്കണ്ട. അവിടെ പിന്നെ വല്ല ബേ പോയിട്ട് ഇബാത്തിൽ മനസ്സ് വേണ്ട. എന്തേ കാരണ സെക്ക 6 സൈക്കോ ആവിടും സെക്ക സൈക്കോ ആവിടാ ഇല്ല. അപ്പൊ അതുകൊണ്ടിട്ട് പള്ളിക്ക് എ സി ഇവിടെ പള്ളിക്ക് പിന്നെ എ സി അല്ല പിന്നെ സൗകര്യം ആക്കിക്കൊണ്ടുള്ളവരുടെ വിഷയം കിട്ടിയിട്ട് നിങ്ങൾ ഉച്ചിലത്തേക്ക് പിന്നെ എ സി അല്ല അതിന് അപ്പുറത്തൊന്നും നിങ്ങൾക്ക് തീരുവല്ലോ. അള്ളാഹു താല നിങ്ങൾക്ക് എല്ലാവർക്കും ബർക്കത്ത് തരട്ടെ. ഇനിയും ഖൈർ അള്ളാഹു ഏറ്റി തരട്ടെ. നിങ്ങൾ നിരിക്കാത്തത് എന്തുകൂടെ ഇല്ലേ? നിങ്ങൾ നിരിച്ചതെല്ലാം നടന്നുകൊണ്ടുണ്ട്. അള്ളാഹു അതെല്ലാം നടത്തി തരട്ടെ. ഞാൻ ചൊന്നുകൊണ്ട് വന്നേ. പക്ഷെ ഈ ദുനിയാവിൽ ഈ ദുനിയാവിൽ ഒരു ഉമ്മകും ഒരു അബ്ബകും അള്ളാഹു തന്റെ ഏറ്റവും വലിയ കൊസി ഒരു നെമ്മതി എന്തോ എന്നോ ഞാനിപ്പോ ഉണ്ടല്ലേ നേര് ചൊന്നെങ്കിൽ ഞാനിപ്പോ എത്രേ ബിസി ഉണ്ടെങ്കിലും ഇടയ്ക്കിടക്ക് അതൊരു ഒരു 1/4 ഗಂಟೆ ഗ്യാപ്പ് ആയെങ്കിൽ സമ ഞാൻ എന്റെ മക്കളെ വിളിക്കട മുട്ട ബിജുണ്ട് മുസാഫ് തുറവ തുറടി മുസാഫ് ഓത് നോക്കാം. അപ്പൊ ആ മക്ക ഉണ്ടല്ലേ ആ മക്ക ഇങ്ങനെ ഖുർആൻ ഓതുമ്പോ അത് കേൾക്കുമ്പോഴൊരു കൊസി ഉണ്ടല്ലേ. എന്ത് കാരണം ഞങ്ങൾ ഇത്രല്ല അബ്ബമാരായ ഞങ്ങൾ ഇത്രല്ല കഷ്ടപ്പെടുമ്പോ ഞങ്ങളെ മക്ക ഖുർആൻ പഠിച്ചോ ഉള്ളാരല്ലേ ചൊന്നിട്ട് ഞങ്ങൾ ഒന്ന് അർത്ഥാക്കുമ്പോ അല്ലെ അതൊരു സന്തോഷം. എന്തിനെ ചെറിയ സന്തോഷമാ. അള്ളാഹു ഞങ്ങൾക്ക് അത് തൗഫീഖ് തരട്ടെ. അവ നിങ്ങൾ എല്ലാവരും ഒരു നല്ല സ്വറാക്കണം. എന്തെങ്കിൽ 4 നിങ്ങളെ കൊണ്ടാവില്ലെങ്കും ഒരു വാർത്ത ഒർക്കെങ്കിലും നിങ്ങൾ എന്തേ വൈവാട്ടിക്കെട്ട് എന്തേ നയിപ്പിക്കട്ട് എത്രേ ബിസിക്കെട്ട് നിങ്ങൾ ഗൾഫിലുള്ള കായങ്ങ് പോലും ലൈവിൽ കണ്ടോണ്ടുള്ള ഗൾഫിയുടെ റായത്തെ ഉച്ചിലത്തെ പരിസരത്ത് എത്ര മാൽമാറുള്ളാറ്. മുഞ്ഞാണ്ട് പോലും നാ ദുബായിക്ക് പോയപ്പ ഈ റായത്തെ പരിസരത്ത് എത്ര മാൽമാരെ നാ കണ്ടേ കുറെ ഔത്തുകുന്നാണ് ദാവത്തുകുന്നാണ്ട് വിളിച്ചിരുന്നാറ്. അള്ളാഹു അങ്ക് എല്ലാവർക്കും അങ്ങും അങ്ങനെ പെഞ്ഞൈമക്കും മക്ക കുട്ടിക്കും അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ഗൾഫിലുള്ള അബ്ബമാരായെങ്കിൽ പോലും മക്ക റായത്ത പണ്ടത്തെ പോലെ അല്ലല്ലേ ഉണ്ട് വീഡിയോ കാലാക്ക അയ്യമ്മ ഉണ്ട് ബോട്ടിം ഉണ്ട് എന്തെല്ലാം ഉണ്ട്. സുബ്ഹാനല്ലാഹ് വീഡിയോ കാലാക്കിട്ട് വാർത്തക ഒർക്കെങ്കിലും മോണ്ട കൊണ്ട് ഖുർആൻ ഓതുവാട്ടണോ അത് കേൾക്കുമ്പോഴൊരു സന്തോഷം എന്തോ ಅದರ കേൾക്കുമ്പോഴൊരു കൊസി എന്തോ. അള്ളാഹു നമുക്ക് അത് തൗഫീഖ് തരട്ടെ. അള്ളാഹു നമുക്ക് അത് തൗഫീഖ് തരട്ടെ. നന്റെ മോൻ ഇത്തരം കഷ്ടത്തിൽ ഖുർആൻ ഓതിയുള്ളല്ലേ ചൊല്ലൊരു സന്തോല ഒരു കൊസി. അള്ളാഹു നമുക്ക് അത് ഭാഗ്യ തരട്ടെ. ഇല്ലേ ചമ്മക്കാല വെറുതെ ഇങ്ങനെ മിഞ്ചിട്ട് കാര്യല്ലേ. ഉള്ള കാലത്തിൽ ഇങ്ങനത്തെ എല്ലാ അനുഭവം നമുക്ക് വേണു അല്ലെ. അത് ഞങ്ങൾ ഒരു ചെറിയ ഒരു ടൈം കണ്ടെത്തണു. അതുകൊണ്ട് ഞാൻ എന്റെ ഉമ്മമാരുടെ ചൊന്നോണ്ടില്ലേ കാലി മക്കളെ പാട്ടുപാട് പാട്ടിട്ട് മെയ്യങ്കാവുമല്ലേ. പണ്ടൊരു പാട്ടുപാടുற ആലിന്ത് അയാളുടെ പേരെന്തര ഗൊന്തുണ്ട് ഫറസ്ദക്ക് ചൊന്നിട്ടു. ഫറസ്ദക്ക് ചൊന്നെങ്കിൽ ഉസ്താദുമാർക്ക് എല്ലാവരും ഗൊന്തുണ്ട്. പണ്ടത്തെ വലിയ ഷായിർ വലിയ പാട്ടുപാടുற ആളായിട്ട് ഇന്ത് ഫറസ്ദക്ക്. അങ്ങനെ ഒരു നാൾ അയാൾ ചൊന്തു നന്റെ ബാപ്പ നന്റെ കുട്ടിയോ ഉണ്ട് അലിയുബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുടെ മുട്ട കുട്ടിയോ പോയിട്ട് അലിയുബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നന്റെ നോക്കിയ സാർത്ത് നന്റെ ബാപ്പടട്ടെ കേട്ടിട്ട് മൻഹു കേട്ടിട്ട് നിങ്ങളൊട്ട് വന്ന ഈ കിടാവാറുണ്ട്. അപ്പൊ നന്റെ ബാപ്പ ചൊന്തു ഇത് നന്റെ മോണു ഈ മോണു ഒരു പ്രത്യേകത്തെ ഉണ്ട്. എന്തൊരു പ്രത്യേകത്തെ വഹുവ ഷായിർ നല്ല പാട്ട് പാടുറ അലിയുബ്നു അബി ത്വാലിബ് തങ്ങളെ. നന്റെ മോന്റെ പ്രത്യേകത എന്തൊരു നല്ല പാട്ട് പാടുറ.
ഇത് കേട്ടപ്പ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചൊന്തു, പാട്ടുപാടി എങ്ക മാത്രമയ്യാവാല അല്ലിംഹുൽ ഖുർആൻ, നിങ്ങളെ മോണുകു ഖുർആൻ പഠിപ്പാട്ടൊരു, ഫഹുവ ഖൈറുൽ ലഹു മിനശ്ശിഅരി, പാട്ര കാട്ടി നിങ്ങളെ മോണുകു നല്ലത്, പാട്ര കാട്ടി നിങ്ങളെ മോണുകു ഉത്തമായിട്ടുള്ളത് ഖുർആനായിട്ട് കേട്ടോ. അതുകൊണ്ട് കാലി നിങ്ങളെ മക്കകു നിങ്ങ പാട്ട് പഠിപ്പാട്ടി എങ്ക മയ്യാവാല നിങ്ങളെ മക്കകു നിങ്ങ ഖുർആന പഠിപ്പാട്ടൊരു. ഇത് ചൊല്ലതൊരൊട്ടിಗೆ നാണൊരു വിഷയ ചൊല്ലട്ടാ, നാണൊരു വിഷയ ചൊല്ലട്ടാ. ഞങ്ങൾ ഔത്തുലുള്ള എല്ലാ ആണിങ്ങവും, ഞങ്ങൾ ഔത്തുലുള്ള എല്ലാ പെണിങ്ങവും, ഞങ്ങൾ ഔത്തുലുള്ള എല്ലാ മക്കവും ഇനി ഞാൻ ചൊല്ലുക പോണ്ട ഖുർആന്റെ ഒരു സൂറത്ത്, ആ സൂറത്തിലെ ഫസ്റ്റ് 10 ആയത്ത് നിങ്ങ കാണാണ്ട പഠിക്കണു കേട്ടോ. ബണ്ട കുറി ഇൻഷാ അല്ലാഹ് ഉച്ചിൽത്തക്ക് മീത്തു നന്റെ നിങ്ങ വാലുക ബിൽച്ചെങ്കില് നാണ് മീത്തു ഹയാത്ത് ബാക്കി ഇന്നെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളൊട്ടനാണ് കേക്കുവേ. ആ 10 ആയത്ത് കാണാണ്ട ഗൊന്തുള്ള ആണിങ്ങ എത്ര ആലി സദസ്സുലുള്ളാറ്, എത്ര പെണിങ്ങ ഈ സദസ്സുലുള്ളാറ് ഇണ്ടത്തെ പിന്നെ ഒരു തീരുമാനം എടുക്കണു. നാലട പിന്നെ ഒരേ 4-10 ആയത്ത് കാണാണ്ട പഠിക്കണോട്ട് നാ ചൊല്ലുല്ല. ഓരോ 4 ഒരു ആയത്തെങ്കിലും പഠിക്കറൂ. മാപ്പല പെഞ്ഞൈ മക്ക ഒട്ടിಗೆ വെച്ചിട്ട് പഠിക്കറൂ. എന്നിട്ടൊരു സ്പർദ്ധ ആക്കറൂ. ആര് ഫസ്റ്റ് പഠിച്ചോ? മാപ്പല പഠിച്ചോമാ, പെഞ്ഞൈ പഠിച്ചോമാ, മക്ക പഠിച്ചോമാ. ഓ ഉമ്മമാരെ, നിങ്ങളെ ചെറിയ പൊടിമക്ക തിന്നുകുമേനായിട്ട് നിങ്ങൾ ഒരു ട്രിക്സ് കളിക്കില്ലേ? എന്തൊരു ട്രിക്സ്? മക്ക പൊടിമക്ക തിന്നോ കേൾക്കാണ്ടിരിക്കുമ്പോ ആ മക്കളെ ഒന്ന് പിന്നെ എന്തെല്ലാം ചൊന്നിട്ട് തിന്നുപാട്ടെ ഉമ്മമാരുള്ളാരല്ലേ, എങ്ങനെ തിന്നുപാട്ടനെ? ഇതാ വേഗ ഇതാ നീ ഫസ്റ്റ് അവണിപ്പോ ഫസ്റ്റ് ആയോണ്ടുള്ള അതാ അല്ല, അങ്ങനെ ചൊല്ലല്ലേ? അവണിപ്പോ ഫസ്റ്റ് ആയോണ്ടുള്ള അതാ നിന്റെ കിടാവിടെ എല്ലാം തീർത്ത്. എവിടെ തീർന്നു? എന്ത് തീർന്നിട്ടില്ലേ? ഇട്ടത് അതേപോലെ ഉണ്ട് പ്ലേറ്റില്. ആയെങ്കിൽ ഉമ്മ ചൊല്ല എന്തൊരു കിടാവിടെ എല്ലാം തീർത്തുണ്ട്. എന്ത് കാരണം? വേ തീർക്കുവേനായിട്ട്, വേ തിന്നുകുവേനായിട്ട്. ഇല്ലേ ഉമ്മ, ഇങ്ങനത്തെ എത്രമാ ട്രിക്സ് നിങ്ങളെ കയ്യിലുണ്ടല്ലേ? ഇതാ നാ നിങ്ങളട്ട ചൊന്നോണ്ടുള്ള അതേ ഞങ്ങ ഖുർആന്റെ ആൽമാറാവണു. ഈ റായത്തെ എല്ലാ ഔത്തുലുള്ള ആലുമാറും ഇനി നാ ചൊല്ലുക പോണ്ട ഒരു സൂറത്തുണ്ടു. ആ സൂറത്തിലെ ഫസ്റ്റ് 10 ആയത്ത് കാണാട്ട പഠിച്ചിട്ടിക്കറൂ. 4 ഒരു ആയത്ത് കാണാട്ട പഠിച്ചെങ്കിമേ 10 കൊണ്ടിട്ട 10 ആയത്ത് കാണാട്ട പഠിക്കുക അവിടു. ഏതാ ഇട്ടിക്കിട ആ 10 ആയത്ത്? അതേ സൂറത്തുൽ കഹ്ഫില്ലേ, വെള്ളിയാസ 2 ഓതര സൂറത്തില്ലേ അൽ കഹ്ഫ് സൂറത്ത്. അത് ആണികവും മാത്രല്ല സുന്നത്ത്. വെള്ളിയാസ 2 പെണിങ്ങും അൽ കഹ്ഫ് സൂറത്ത് ഓതര സുന്നത്തായിട്ടിക്കിട്. ആ അൽ കഹ്ഫ് സൂറത്തിലെ ഫസ്റ്റ് 10 ആയത്തുണ്ടല്ലേ, ആ 10 ആയത്ത് ആരെങ്കിലും ഒരുത്ത കാണാട്ട പഠിച്ചെങ്കിൽ അവനുക്ക് ദജ്ജാളുടെ ഉപദ്ര ഇക്കില്ല. എല്ലാ ആൽമാരെ വന്നിട്ട് ദജ്ജാല് ഉപദ്രാക്കുമ്പോ ഏത് ദജ്ജാല് ബാപ്പ 5 നേരത്തെ നിസ്കാരത്തിലും ദജ്ജാളുടെ ഫിത്നട തൊട്ടിട്ടു അത്തഹിയാത്തില് വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാത്ത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. അത്തഹിയാത്തിൽ അല്ലാഹുടട്ട 5 നേരത്തെ നിസ്കാരത്തിലും ആ ദജ്ജാളുടെ ഫിത്നട തൊട്ട് റബ്ബുടട്ട ഞങ്ങ കാവല് കേക്കില്ലേ? ആ ദജ്ജാളുടെ ഫിത്നട തൊട്ടു അല്ലാഹു ഈ വിഭാഗത്തങ്ങു കാവല് തണ്ട ആറുക ഗൊന്തുണ്ട. അൽ കഹ്ഫ് സൂറത്തിലെ ഫസ്റ്റ് 10 ആയത്ത് കാണാട്ട പഠിക്കറൂ. ഔത്തുലു അതാ ഒരു ടൈം ബൈക്കറൂ. ഞങ്ങളെ ഔത്തര വാതാവരണ അങ്ങനെ ആവണു. ഞങ്ങളെ ഔത്തര ഉൽഗത്ത പരിസര അങ്ങനെ ആവണു. മാപ്പല പെഞ്ഞൈ ഒട്ടിಗೆ ദൈക്കറൂ, മക്ക ഒട്ടിಗೆ ദൈക്കറൂ. എന്നിട്ട് 4 ഒരു ആയത്ത് കാണാട്ട പഠിക്കറൂ. എങ്കിൽ അതാ 6 ഫസ്റ്റ് പഠിക്കടേണ്ട ഒരു കോമ്പറ്റീഷൻ ബൈക്കറൂ. ഇങ്ങനെ ആവുമ്പോ മാപ്പല പെഞ്ഞയുടെ നടുല് അറ്റാച്ച്മെന്റ് യാറാവുടു. മാപ്പല പെഞ്ഞയുടെ നടുല് പിർസപ്പാട് യാറാവുടു. ഇതുപോലെ ഉമ്മ അബ്ബടം മക്കളെ നടുലും പിർസപ്പാട് യാറാവുടു. ഖുർആന്റെ
ಸಂಪರ್ಕ ಅಲ್ಲಾಹು ತಾಲ ನಮಗದು ತೌಫೀಕ್ ತರട്ടെ ഇക്കട്ട് നാ ചൊന്ന വിഷയം മറക്കണ്ട അങ്ങനെ ഞങ്ങളെ മക്കൾക്ക് പരിശുദ്ധ ഖുർആൻ പഠിപ്പാട്ടുമ്പോ ആ മക്കളെ പഠിപ്പാട്ടെ ഉസ്താദുമാരെ മറക്കണ്ട ഞങ്ങളെ മക്കളെ ഖുർആൻ പഠിപ്പാട്ടെ ഉസ്താദുമാരില്ലേ ആ ഉസ്താദുമാരെ മറക്കണ്ട ഇതിപ്പോ ഇത് ചൊല്ലുമ്പോ നിങ്ങൾ വിചാരിച്ചിരിക്കുവാറ് ചില പാസ്റ്റർമാർ കാതുൽ ഊതിട്ടിക്കുണ്ടല്ലേ അയാൾ കാതുൽ ഊതിയ ഊതാല എന്താ കാരണം അയാൾ ഉഡ്ര ഉസ്താദല്ലല്ലേ ഉസ്താദല്ല അയാൾ ഉഡ്ര ജമാഅത്ത് അയാൾ ഏതായാലും കാത് ഊതാല പക്ഷെ ഈ റായത്ത് അൽഹംദുലില്ലാ എത്ര ഉസ്താദമാരില്ലേ 6 ഉസ്താദമാർ അല്ലേ എത്ര ഉസ്താദമാർ 6 ഉസ്താദമാർ അല്ലാഹു ബറക്കത്താക്കട്ടെ അല്ലാഹു ഖൈർ കൊടുക്കട്ടെ അല്ലാഹു സന്തോഷം കൊടുക്കട്ടെ അല്ലേ ആ ഉസ്താദമാർക്കും അങ്ങനെ കുടുംബത്തും അല്ലാഹു തആല വലിയ ബറക്കത്ത് കൊടുക്കട്ടെ അല്ലേ പാവ അങ്ങനെയുള്ള ഒരു ഇത് ചെന്നെങ്കിൽ പിന്നെ അല്ലേ സ്വന്ത പിന്നെ ഫാമിലിയിലെ മുട്ടേനെ കുറെ കണക്ക് വേറെ അല്ലെങ്കിൽ ഫാമിലിയെല്ലാം ദൂര നിങ്ങൾ എന്ത് ചൗക്കിട നോക്ക സുബ്ഹാനല്ലാഹ് ചൗക്കുമ്പോ തെല്ലു നോക്കും സമൂസമാ അല്ലാഹു ബർക്കത്ത് തരട്ടെ അല്ലാഹുവേ ഇത് തിന്നറക്ക് എല്ലാവർക്കും നീ ഷിഫ കൊടുക്കൂ റഹ്മാനെ എന്ത് സീക്കുന്നെങ്കിലും ഇൽമയുടെ സദസ്സിലുള്ളതല്ലേ റബ്ബേ നീ ഷിഫ കൊടുക്കൂ റഹ്മാനെ റബ്ബേ ഞങ്ങ പാവ റഹ്മാനെ ഞങ്ങൾക്ക് നീ അല്ലാണ്ട് വേറെ ആരും ഇല്ല ഞങ്ങൾക്ക് എന്ത് സീക്ക് ബന്തെങ്കിൽ ഷിഫ ആക്കിടോണ് നീ റഹ്മാനെ ഞങ്ങൾക്ക് സഹിക്കുക ആവാത്ത ഒരു സീക്കും നീ ഞങ്ങൾക്ക് തരണ്ട റഹ്മാനെ ഞങ്ങളെ തടിയുടെ ഉൽക എന്തുണ്ട് ഞങ്ങൾക്ക് കൊന്തിണ്ടല്ലോ തടിയുടെ പുറത്ത് മാത്രം ഞങ്ങൾക്ക് കൊന്തുള്ളൂ ഞങ്ങളെ തടിയുടെ ഉൽക എന്തെല്ലാം ആയിട്ട് ഞങ്ങൾക്ക് കൊന്തില്ല പഠിച്ച റബ്ബേ ഞങ്ങളെ തടിയുടെ ഉൽക ഒരു സീക്കും നീ തരണ്ട റഹ്മാനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ആഫിയത്ത് താ അല്ലാ എന്തെങ്കിലും ഒരു സീക്കയുടെ അംശം ഞങ്ങളെ തടിയുടെ ഉൽക ഉണ്ടുണ്ടായെങ്കിൽ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഈ സദസ്സിലുള്ള എല്ലാവർക്കും ഒരു ആണും ഒരു പെണ്ണും കൂടാട്ടെ എല്ലാവർക്കും നീ പരിപൂർണ ഷിഫ താ റഹ്മാനെ ഇല്ലേ നിങ്ങൊന്ന് നോക്കാറുള്ള ഒരു പള്ളിയുടെ ഉസ്താദ് ആ പള്ളിയുടെ ഉസ്താദ് ഉമ്മ പള്ളിയുടെ ഉസ്താദ് നിങ്ങൾ എന്തേ ഉമ്മ ഇത്തരം കഷ്ടത്തിൽ ചോറുണ്ടാക്കി കൊടുക്കണേ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഉമ്മമാർക്ക് അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ ഉടനെ ഉസ്താദമാർക്ക് ചോറാക്കി കൊടുക്ക പെണ്ണുങ്ങമല്ലേ അല്ലേ ക്യാൻറ്റീൻ ആക്കിയില്ല ബുദ്ധി ഔത്ര ബുദ്ധി പണ്ടതര ഗൗജിയൊന്നെങ്കിൽ സുബ്ഹാനല്ലാഹ് അല്ലേ ഉമ്മമാര് എത്ര കഷ്ടത്തിലായിട്ട് ഇക്കടെ ഉസ്താദുമാർക്ക് അണ്ടത്തെ 4 ഉമ്മമാർക്ക് ഒരു വലിയ ഇൻട്രസ്റ്റ് പള്ളിയുടെ ഉസ്താദ് അല്ലെ കുറെ മാപ്പിളമാർക്ക് അർസ പോലും പണ്ടുപോ എല്ലാ മാപ്പിളമാർക്കല്ല എന്തോ ഉസ്താദ് നക്കൊരു ഗമ്മത്ത് തിന്നണെങ്കിൽ പള്ളിയുടെ ഉസ്താദ് കണ്ടെത്തു 4 ചോറ് വീണ് നണ്ടൗത്തുള്ളൂ അങ്ങനെ എന്തും ഇല്ല പിന്നെ ഞങ്ങ പിന്നെ ഔത്തിറങ്ങല്ലേ പള്ളിയുടെ ഉസ്താദ് ചെന്ന് അങ്ങ് പുറത്തിറങ്ങ ചെന്നി പള്ളിയിലുള്ളങ്ങ അങ്ങനെ ഒന്ന് പിർസത്തിൽ ഇങ്ങനെ ഒരു ചോര് ഒരു 4 നല്ല ഗഡ്സിലും ആക്കി കൊടുക്കണേണ്ട് എല്ലാ നാളും മാപ്പിള കയറിച്ചും ഇതാക്കി കൊടുത്തെങ്കിൽ മാപ്പിള സീക്കിൽ പോകുന്നെങ്കിൽ ആര് അല്ലാഹു തആല കാക്കട്ടെ അതുകൊണ്ട് മാപ്പിളയുടെ ആരോഗ്യത്തെ സൂക്ഷിക്കണങ്ങല്ലേ പെഞ്ഞൈമാര് അല്ലാഹു അങ്ങക്ക് ബർക്കത്ത് കൊടുക്കട്ടെ പക്ഷെ ഞാൻ എൻ്റെ ഉമ്മമാരുടെ ചൊല്ല ഉമ്മ നിങ്ങളെ പള്ളിയുടെ ഉസ്താദുമാർക്ക് നിങ്ങളെ മക്കളെ പഠിപ്പാട്ട ഉസ്താദുമാർ മദ്രസത്തെ ഉസ്താദുമാര് ആ ഉസ്താദുമാർക്ക് നിങ്ങൾ ഒരു 3 നേരത്തെ വജിന ആക്കി കൊടുക്കുമ്പോ ആ 3 നേരത്തെ വജിന കൊടുക്കുമ്പോ അത് നിങ്ങളെ ഔദാര്യായിട്ട് വിചാരിക്കണ്ട നിങ്ങളെ ഉസ്താദ് പള്ളിയുടെ മദ്രസത്തെ ഉസ്താദുമാർക്ക് നിങ്ങൾ കൊടുക്കട ഔദാര്യായിട്ട് വിചാരിക്കണ്ട അത് നിങ്ങളെ ജവാബ്ദാരിയായിട്ട് കാരണം എന്തോ അങ്ങനെ സ്വന്തം മക്കളൊട്ട അങ്ങ് വാർത്തക ഒരു നാലല്ലേ കൂടറോ അല്ലെങ്കിൽ 2 വാരത്തെ ഒർക്കല്ലേ കൂടറോ അങ്ങനെ സ്വന്തം മക്കളെ മുഖ നോക്കൂടോ തിങ്ങലുക എപ്പമായിട്ടിക്കൂ 2 വാരത്തെ ഒർക്കായിട്ടിക്കൂ വാരത്തെ ഒർക്കായിട്ടിക്കൂ അതേ ടൈമില് നിങ്ങളെ സ്വന്തം മക്കളെ മുഖ നിങ്ങളെ മക്കളെ പഠിപ്പാട്ട മദ്രസത്തെ ഉസ്താദുമാർ 4 ആ മക്കളെ മോത്തുക നോക്കിയിട്ട് ഖുർആന് പഠിപ്പാട്ടില്ലേ ഉമ്മ അതുകൊണ്ട് നിങ്ങളെ മക്കളെ പഠിപ്പാട്ട ഉസ്താദുമാർക്ക് നിങ്ങൾ വചനാക്കി കൊടുക്കുമ്പോ അത് നിങ്ങളെ ഔദാര്യായിട്ട് വിചാരിക്കണ്ട അത് നിങ്ങളെ ജവാബ്ദാരിയായിട്ടിക്കിട് എന്തിക നിങ്ങൾ നോക്കൂ മഹാന്മാര് ചൊന്നാറല്ലേ ഇതാ ഖാലൽ മുഅല്ലിമു ലിസ്സബി ഒരു കിടാവ് മദ്രസത്തിക വന്നപ്പാ മദ്രസത്തെ മുഅല്ലിം ഉസ്താദ് ആ കിടാവുടട്ട ചൊല്ലു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മോനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ോട്ട് ചൊല്ലു മോനെ ആ കിടാവുക ബിസ്മി പഠിപ്പാട്ട് ഉസ്താദ്
അങ്ങനെ കിടാവു ഉസ്താദ് പഠിപ്പാട്ടിയത് പ്രകാര കിടാവു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലു. അങ്ങനെ ചൊന്നെങ്കില് മഹാന്മാര് ചൊല്ല നോക്കറു നിങ്ങ കതബല്ലാഹു ബറാഅതൻ ലിസ്സബിയ്യി വ ബറാഅതൻ ലിഅബവൈഹി വ ബറാഅതൻ ലിൽ മുഅല്ലിമീ. അല്ലാഹു തആല ആ കിടാവു ബിസ്മി ഓതുക പഠിച്ചതുകൊണ്ട് കിടാവുടെ അല്ലാഹു നരകത്തെ മോചിപ്പിക്കിടാം. ആ കിടാവുടെ ഉമ്മ അബ്ബമാരെ അല്ലാഹു നരകത്തെ മോചിപ്പിക്കിടാം. ആ കിടാവുക്ക് ബിസ്മി പഠിപ്പാട്ടിയ ഉസ്താദും നരകത്തെ അല്ലാഹു മോചിപ്പിക്കിടാം. അപ്പൊ നോക്കറു നിങ്ങളെ മക്ക ബിസ്മി ഓതിയത് കൊണ്ട് അല്ലാഹു ഉമ്മ അബ്ബമാരായ നിങ്ങളെ അല്ലാഹു നരകത്തെ തൊട്ട് മോചിപ്പിക്കുക. കാരണ പള്ളിയുടെ ഉസ്താദ് നിങ്ങളെ മക്കു ബിസ്മി ഓതുക പഠിപ്പാട്ടിയത് കൊണ്ടല്ലേ. ആ ഉസ്താദുമാരൊക്കെ നിങ്ങൾ ഒരു 3 നേരത്തെ വചന ആക്കി കൊടുക്കരുത്. അത് നിങ്ങളെ ജവാബ്ദാരിയായിട്ട് ഇക്കിട് കേട്ടോ. ഇക്കട്ട് നാ ചൊന്നോട്ട് വന്ന വിഷയം മറക്കണ്ട. ആ ഞങ്ങളെ മക്ക അങ്ങ് ധാർമ്മിക വിദ്യാഭ്യാസ പഠിക്കട മക്ക ആവണു. ഇവിടെ ഇപ്പൊ ചെമ്മവാള് ചൊല്ലുക ടൈമില്ല. ഞാൻ എന്റെ മാറ്റർ കൊറടിയാക്കിയോട്ട് വന്നേ. ഓ ഉമ്മമാരെ, നിങ്ങളെ മക്കളെ നിങ്ങൾ വലിയ സ്ഥാനത്തേക്ക് എത്തുപാട്ടുക നോക്കണു. നിങ്ങളെ മക്കളെ നിങ്ങൾ വലിയ സ്ഥാനത്തേക്ക് എത്തുപാട്ടി നോക്കണു. സുബ്ഹാനല്ലാഹ്, എത്ര മക്കളെ ഭവിഷ്യ പോയിട്ട്. എന്തേ കാരണ? ഉമ്മ സമയില്ല, ബാപ്പ സമയില്ല, ഉമ്മ അബ്ബ സമയില്ലാത്തത് കൊണ്ട് പരസ്പര പൽക്കബറില്ല. ഉമ്മ ഉമ്മടൗത്തുലു, അബ്ബ അബ്ബടൗത്തുലു. നാണ് മുഞ്ഞാണ്ട് ഒരു മോത്ത് നോക്കിയപ്പ ഒരു മാപ്പലും ഒരു പെഞ്ഞേയും തമ്മിലിപ്പ സമ്പർക്ക ഇല്ല. ത്വലാഖായിട്ടില്ല, അങ്ങ് തമ്മിൽ സമ്പർക്ക ഇല്ല. എത്ര വർഷായിട്ട്? 5 വർഷായിട്ട്. അങ്ങ് മക്കയില്ല, അത് വിഷയ വേറെ. അതേ ടൈമിൽ നിങ്ങൊന്ന് നോക്കറുല. ഉമ്മ അബ്ബ തമ്മിൽ സമയില്ല. ഓ ആണിങ്ങളെ, ഒരിക്കലും അങ്ങനെ ആവണ്ട. അവിടെ അതിരെ നഷ്ടാരകുകൊണ്ടുണ്ട. നിങ്ങൾക്കും നിങ്ങളെ പെഞ്ഞൈക മാത്രല്ല, നിങ്ങളെ കൊണ്ടുണ്ടായ നിങ്ങളെ മക്കയില്ലേ, ആ മക്കൾക്ക് വലിയ നഷ്ട അല്ലേ. കൊറിയ പെണ്ണുമക്കൾ അബ്ബമാറുള്ളാറ്. നിങ്ങൾക്കിപ്പോ ഞാൻ എന്തിനാ ചൊന്നെങ്കിൽ നിങ്ങൾ തലക്ക് നാട്ടുവാണ കൊത്തില്ല, കുലുക്കിട്ട് കുടിച്ചോണ്ടുള്ള. അത് കാണുമ്പോ യാറെ പിരാന്ത് പിടിക്കണേ. സോജി ആയിട്ടിക്കോലെ, സോജി. വേണ്ട, അള്ളാഹു ബർക്കത്താക്കട്ടെ. ആയത് കുടിക്കറു. നാ ചൊല്ലതിങ് അർത്ഥം അവിടെ അല്ലേ. അപ്പൊ ഇങ്ങനെ ചൊല്ല എന്തിനാ കുടിച്ചോണ്ടിരിക്കുമ്പോ യാർ അർത്ഥം അവിടെ ഉണ്ട്. അള്ളാഹു ഇത് ഇണ്ടത്തെ ഇത് കുടിക്കൂ. ഇണ്ട് ഇതിങ്ങനെ ഈ കുടിക്കടെ ഇതെല്ലാം ആര കണക്കില്. ഇപ്പൊ നാ നുപ്പാടെ ചൊന്നെ മൗത്തായി പോയെ റസിയ ചൊല്ലെ ആ പെണിങ്ങല പേരിലായിട്ട് കിട. അള്ളാഹുവേ, നീ ഈ സ്വതക്ക കബൂലാക്കു റഹ്മാനെ. ആ പെണിങ്ങല ഖബറുകു ഹളറത്തുകു ഈ സ്വതക്കത്തെ മിസില് സവാബ് നീ എത്തുപാട്ടി കൊടുക്കു റഹ്മാനെ. നരക തൊടാട്ടെ സ്വർഗത്തുക പോണ്ട മുഅ്മിനീങ്ങൾ അങ്ങലും നങ്ങളും നീ പെടുത്തിത്താ റഹ്മാനെ. ഈ റായത്തെ ആരെല്ലാം മറിച്ചിട്ട് ഖബറുലുള്ളാറാ നങ്കു ബേണായ ആരെല്ലാം എവിടെല്ലാം ഖബറുലുള്ളാറാ അങ്ങലും നങ്ങളും എല്ലാരും നരക തൊടാണ്ട സ്വർഗത്തുക പോണ്ട മുഅ്മിനീങ്ങളുടെ കൂട്ടത്തില് നീ അങ്ങലും നങ്ങളും പെടുത്തിത്താ റഹ്മാനെ. ഈ കൊറിയ പെണ്ണുമക്കൾ അബ്ബമാറുള്ളാർ, കൊറിയ പെണ്ണുമക്കൾ അബ്ബമാറുള്ളാർ. അങ്ങ പെണ്ണ് മീത്തു വന്നിട്ട് മാപ്പലയുടെ ഔത്തറങ്ങളും ദൂരിട്ട് ഓല് മീത്തു അബ്ബടെ ഔത്തുക ഓൾഡ് ഔത്തുക മീത്തു വന്നെങ്കില് സുബ്ഹാനല്ലാഹ്, ഇയാൾ ഒരു ആണിങ്ങല്ലേ. അല്ല ഞാൻ ബേജാറാക്കണ്ട, നിങ്ങളെ ಬಗ್ಗೆ ചോദിച്ചോണ്ട് ബേജാറാക്കണ്ട. ഇയാൾ ഒരു ആണിങ്ങ ഒക്കല്ലേ. ഇയാൾ എന്തരാക്കണു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത്ര പഠിപ്പാട്ടിരോ ഇയാൾ എന്തരാക്കണു? ഇയാള് സ്വന്തം മർമോണല്ലേ, അത് മോല മാപ്പിലല്ലേ. അവണ്ടേൽ പോയിട്ട് കേൾക്കണു എന്തരായിട്ടില്ലപ്പ, എന്തൊരു വിഷയം എന്തരോ കേൾക്കണു ഒക്കെ അല്ലേ. ഒന്ന് പോയി കേട്ടെങ്കിൽ എന്തിനാവിട, അതൊന്നും ശരിയാവിടാ ഇല്ലേ. മോലേതായാലും അങ്ങനെ രണ്ടുപേരിക്ക മോലു അവള് മാപ്പിളടൊട്ട മാപ്പിളുടെ ഔത്രങ്ങൾട്ടെല്ലാം പിണങ്ങിയിട്ട് അവള് ഉമ്മടെ ഒത്തു വന്നാൽ എന്തേ കാരണിക്കട്ടെ പെണ്ണിടെ അബ്ബ എന്തരാക്കണു? ആ പെണ്ണിടെ അബ്ബ പെണ്ണിടെ ഭവിഷ്യത് ചിന്തിക്കണ്ടേ? അയലെന്തരാക്കണ?
അയലൊന്ന് അപ്പുറം പോയിട്ട് എന്തായെങ്കിലും മർമോണല്ലേ, ഇയാളല്ലേ കൈപിടിച്ചിട്ട് സൗവച്ചുക വാങ്കത്തുക നന്റെ മോലെ നാനിക്ക് വലിയ സൂട്ട് പൂട്ടും തൊപ്പിയെല്ലാം ഇട്ടിട്ട് കായത്തേക്ക് തെച്ചിട്ട് മോലെ അവനക്ക് കായനാക്കി കൊടുത്തിട്ട് ഇയാളല്ലേ. ഇയാൾ ഒന്ന് പോയിട്ട് മർമോണല്ലേ അവണ്ടിട്ട് പോയിട്ട് എന്തൊരു വിഷയം എന്തൊരു ബാബ അല്ലെങ്കിൽ അവൻ്റെ കൊണ്ടാട്ട പോലെ ആക്കിയിട്ട് അവൻ്റെ മുതു ഒന്ന് പൂഞ്ഞിട്ട് ഒന്ന് സമാക്കിയെങ്കിൽ സമാവിടതേ ഉള്ളേ. അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. പിന്നെ ഊണാല കാലി പോലി അവന്റെ സമാക്കിട്ട് ആറ് വന്ന് സമാക്കും സമാവിടെ നല്ല പിന്നെ അവന്റെ പൂടണം. അത് കേസ് വേറെ. അതല്ല ഒന്ന് പോയിട്ട് പൽക്കറിഞ്ഞിട്ട് സമാക്കിടം പോലത്തെ വിഷയം ഉണ്ടെങ്കിലും ഒന്ന് ഈ പെണ്ണിടെ അബ്ബ ഒന്ന് മർമോണ്ട മുട്ട പോയിട്ട് മർമോണ്ട ഉത്തരങ്ങളുടെ പോയിട്ട് നിങ്ങൾ അതെന്ത് വിഷയാക്കണ്ട എന്റെ മോല വിഷയാക്കണ്ട മക്കല്ലേ ചൊന്നിട്ടൊന്ന് അങ്കു നല്ല സന്തോഷമാവിടൂ. അതെവിടെ തീർന്നു. അങ്ങനല്ലേ വേണായേ മോല ഭവിഷ്യ ചിന്തിക്കണം. അബ്ബ അങ്ങനല്ലേ ചിന്തിക്കണായേ. പക്ഷേ ഇത് അങ്ങനെ ചിന്തിക്കാണ്ടേ അവനങ്ങനെ ആക്കണ അതാ എന്തിനായിട്ട് അവൻ്റെ കേൾക്കില്ലേ. പെണ്ണിടെ പൽക്ക മോലെ പൽക്ക മാത്രം കേട്ടിട്ട് അവനങ്ങനെ ആക്കിയാണ് എന്നിട്ടു പിന്നെ ബൗറ കൊറിയ കാക്കമ അതേ അബ്ബമാറുള്ളാറ് പെണ്ണ് മക്കൾ അബ്ബമാറ് അങ്ങനെയല്ല വേണായോ ഞങ്ങ പഠിക്കുക. ഇത് ഏത് തിങ്ങല്? റബീഉൽ അവ്വൽ തിങ്ങലല്ലേ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങല തിങ്ങലല്ലേ. ആ തങ്ങകും പെണ്ണുമക്ക ഇന്നല്ലേ. ആ തങ്ങ പോലും പെണ്ണുമക്കളെ ചന്തത്തിൽ വളർത്തിയില്ലേ. ആ പെണ്ണുമക്കല്ലേ ഒന്ന് സൈനബ്, ആ പെണ്ണുമക്കല്ലേ ഒന്ന് റുഖയ്യ, ആ പെണ്ണുമക്കല്ലേ ഒന്ന് ഉമ്മു കുൽസൂം, ആ പെണ്ണുമക്കല്ലേ ഒന്ന് ഫാത്തിമ. ഓ ഉമ്മമാരെ, പണ്ടത്തെ ഉമ്മമാരും ബാപ്പമാരും പെണ്ണുമക്കു എന്തേ അങ്ങനെ പേര് വയ്ക്കുക? കാരണം ഫാത്തിമാണ്ട് പേര് വെച്ചോ ഇന്നാറ്, റുഖയ്യാണ്ട് പേര് വെച്ചോ ഇന്നാറ്, ഉമ്മു കുൽസൂമുണ്ട് പേര് വെച്ചോ ഇന്നാറ്. ഇണ്ട് എവിടെ ഉമ്മു കുൽസൂം? ഈ റായത്തില് ഉമ്മു കുൽസൂം ഉണ്ടാണ്ട് കേട്ടെ കബറ് കാട്ടിയതുണ്ടാറ്. എന്തേ പണ്ട് റായത്തിലൊരു ഉമ്മു കുൽസൂം ദാദ ഇന്ത് ഇപ്പ ഇവ കബറിലുണ്ടു. ഇപ്പത്തെ കാലത്തിൽ ഒരു ഉമ്മു കുൽസൂമിടം കാണുകയില്ല. അതേ ടൈമിലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പെണ്ണുമക്കളെ പേര് പണ്ടത്തെ ഉമ്മമാര് പെണ്ണുമക്കൊക്കെ വെച്ചോ ഇന്നല്ലേ. ആ പെണ്ണുമക്കളെ എത്ര ചന്തത്തിൽ ബലത്തില്ലേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പെണ്ണ് കിടാവ് പെത്ത് തേണ്ട് വിഷയ കിട്ടുമ്പോ തങ്ങകു എന്തൊരു കൊസിയല്ലേ, എന്തൊരു സന്തോലല്ലേ. കാരണം ഒരു പെണ്ണ് ഔത്തുക വലിയ ബറക്കത്ത് ഉണ്ടല്ലേ. ഇമാമിങ്ങ കിതാബിൽ എഴുതി വെച്ചിരോ പെണ്ണ് ഔത്തുക വലിയ ബറക്കത്ത് ഉണ്ടല്ലേ എഴുതി വെച്ചിരോ. അതുകൊണ്ടല്ലേ നോക്കറു നിങ്ങ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നാല് മോളുടെ ഔത്തുക പണ്ട്. ആറ് മോള് സയ്യിദത്തുന ബീവി ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഔത്തുക പണ്ട്. മക്കളെ മങ്ങിലാക്കി കടത്തിയെങ്കിൽ പിന്നെ കൊറിയ ബാപ്പമാറുള്ളാറ് മോല ഔത്തുക തിരിഞ്ഞു നോക്കുല്ലേ. കൊറിയ ആങ്ങലമാറുള്ളാറ് സുബ്ഹാനല്ലാഹ് ഔത്തുലിക്കുമ്പോ എലോൾഡട്ട എന്തൊരു പിറുസ. ആ എലോല് ബാന്നിട്ട് പോയ പിന്നെ മൂത്തോണായ ഓണു എലോളുടെ ഔത്തറ ഭാഗത്ത് തിരിഞ്ഞു നോക്കിട്ടിക്കാല് അങ്ങനെ ആവുക തീറാ. ഔലു ഞങ്ങളെ ലൈഫിടെ ഒരു ഭാഗല്ലേ ഞങ്ങളെ മോലു. ഓ ബാലക്കാറാ, നിന്റെ എലോലു നിന്റെ ലൈഫിടെ ഒരു പാർട്ടല്ല. അണ്ട് എല്ലാ കഷ്ട സുഖവും നിങ്ങ തമ്മിൽ ഷെയർ ആക്കിയോണ്ടിന്നല്ലേ. നീന് ഓടി വരുമ്പോ നിന്റെ കാത്തോട്ടിന്ന നിന്റെ എലോലു ഇണ്ട്. നിന്റെ എലോലു മാപ്പലയുടെ ഔത്തൊലിക്കുമ്പോ അലിയാക്കട ഔത്തൊലിക്കുമ്പോ അവളുടെ ഒന്ന് പോയിട്ട് നോക്കട ഒരു സ്വഭാവ നിക്ക് വേണു. ചിലപ്പോ മാപ്പിളുടെ ഔത്തുലു കഷ്ടത്തിലുള്ള പെങ്ങളായിട്ടിക്കുവാല് അവളുക ആകെ കിട്ട ഒരു സുഖയന്ത്രം കൊണ്ടുണ്ടാ. മാപ്പിള ചിലപ്പോ സമയിക്കാല, മാപ്പിളുടെ ഉമ്മം ചിലപ്പോ സമയിക്കാല. പക്ഷേ ഇടക്കിടക്ക് നീനൊന്നു പോയിട്ട് അവളുക ഫ്രൂട്ട്സും പോയിട്ട് കൊടുത്തിട്ടു അവളുടെ ഒട്ട തെച്ചിട്ടൊരു ജണ്ട് പൽക്ക പൽക്ക വെറുതായിട്ടിക്കു. അവളുടെ ലൈഫിൽ അല്ലാഹു ഈ ദുനിയാവുൽ അവളുക കൊടുത്ത സുഖ അതേ ടൈമിലും നീണ അതുപോലും മൈൻഡാക്കാണ്ട് അവളുടെ ഭാഗത്ത് തിരിഞ്ഞു നോക്കാണ്ട് നീ നിന്റെ ബിസിറ പെറവുല് പോയോട്ടുള്ളല്ലേ. ഇത് നിന്റെ പെങ്ങളൊട്ടിക കാട്ടെ വലിയ ധിക്കാറല്ലേ. ബാപ്പമാരെ, പണ്ടത്തെ ബാപ്പമാർക്ക് ഒരു സ്വഭാവം തപ്പമാര് അങ്ങ ഒരു വെള്ളിയാസ അങ്ങല റായത്തില് പിന്നെ ഒരു വെള്ളിയാസ മോല റായത്തില് അല്ല അങ്ങനെയല്ലേ.
ഒരു വെള്ളിയാഴ്ച അങ്ങൾ റായത്തിൽ നിന്നാറ് ജുമായത്തുക്ക് പണ്ട വെള്ളിയാഴ്ച മോല മങ്ങിലാക്കി കൊടുത്ത റായത്തുക്ക് ജുമായത്ത് കൂടി എന്തേ അണ്ട് ജുമാ കളഞ്ഞിട്ട് മോലൗത്തുകല്ല പോയിട്ട് ഒന്ന് ഉച്ചകല്ല ഉണ്ടിട്ടു മോലട്ടെല്ലാം ഒന്ന് പൽക്കറിഞ്ഞിട്ട് മോല കണ്ടിട്ട് വരുമ്പോ അപ്പക്ക് ബേറ് നിറഞ്ഞിട്ടിക്കിട് ഔത്ത് വന്ന് നോക്കുമ്പോ ഉമ്മ കേക്കിട് എന്തല്ലേ ഉണ്ട് നിങ്ങളെ മൂത്തിൽ ഭയങ്കര ഒരു വലിയൊരു കൊസി കണ്ട് നല്ലൊരു ആഫിയത്ത് കിട്ടിയ പോലെ കണ്ട് എന്തില്ലടി നാ മോളുടെ ഒത്തൊന്ന് പോയി വന്നേ മോളുടെ ഒത്തുകൊന്ന് പോയിട്ട് മോല കണ്ടിട്ട് വരുമ്പോ ഹബ്ബൊരു സന്തോല എന്തോ അല്ലേ എപ്പോഴും പോയെങ്കോ ആവാലേ പൊതുവ ചൊല്ലുവാ ഇതെന്തര പാടാറിവാൻ അങ്ങനെ എപ്പോ പോയെങ്കാവാലേ എപ്പായെങ്കു പോണു എപ്പായെങ്കു പോയെങ്കിൽ പിർസൈക്കിട് അതൊക്കെ പോകാൻ വെച്ചെങ്കാ പിർസൈക്കില്ലേ പിർസൈക്കിടാ ഇല്ല എപ്പായെങ്കൊക്കെ പോയെങ്കില് പിർസൈക്കിട് എപ്പം പോയെങ്കാ സുറുസുറുക്ക് നല്ല ഗമ്മത്തിക്കൂ പിന്നെ ബൊണ്ടത്തെ തന്നെ പിന്നെ നോക്കുമ്പോ അതും ഇക്കാലെ എന്തെങ്കിലും വേണാണ്ടായിട്ട് കേക്കടെ എന്തെങ്കിലും കുടിക്കും ആ കട്ടാ വേണ്ടേണ്ടതാ അങ്ങനത്തെ എത്ര അങ്ങനെ ആവുക തീരാ എന്നാ ചൊന്ന വിഷയം മറക്കണ്ട ഞങ്ങളെ മോലെ മറക്കോ തീരാ ഞങ്ങളെ മോലെ മറക്കോ തീരാ അവൾ ഞങ്ങൾ ഔത്ര അവൾക്ക് അപ്പറപ്പുറ ഓടി ഇന്ന മോളല്ലേ ഞങ്ങളെ മോളല്ലേ അവൾക്ക് ആകെ മാപ്പിളുടെ ഔത്തുള്ള ഒരു സുഖേന്ദ്ര ഇട്ടിക്കൊണ്ടുണ്ടാ ഇടക്കിടക്ക് നിങ്ങൊന്ന് പോയിട്ട് അവളിട്ടൊന്ന് പൽക്കറിഞ്ഞിട്ട് ബാപ്പായ നിങ്ങ മോലെ കൈ പിടിച്ചിട്ടൊന്ന് കൈ ഇങ്ങനെ ഒരഞ്ഞിട്ട് മോലെ എങ്ങനല്ലേടി അൽഹംദുലില്ലാ അവളുടെ ഔത്തുറ ടെൻഷൻ അവൾ ചൊല്ലാലെ ബാപ്പ ഞങ്ങളട്ട നിങ്ങക്ക് കഷ്ടാവു ചൊന്നിട്ടു പക്ഷേ അവൾക്ക് കൊസിയാവൂ അവള് കാത്തോണ്ടിക്കുവാല് ബാപ്പ വേണ്ടതരേ ഇല്ല അങ്ങനെ വേണു കൊറേ അബ്ബമാറുള്ളാറ് വൈവാട്ട ബിസി നെയ്പ്പിട ബിസി മോല മങ്ങിലാക്കി കൊടുത്തി അവിടെ നോക്കിടമേ ഇല്ല പിന്നെ അങ്കു വേറെന്തും വേണ അവളുടെ പൊടിയാക്കൂ ആർക്ക് മോല ഉത്തരങ്കു ഇത് ഇടക്കിടക്ക് അവളുടെ അബ്ബ മൂത്തോണ്ടല്ല ബണ്ട കാണുമ്പോ അങ്ങനത്തെ എന്താക്കിടാറ് അവളുടെ തെല്ല് ഇടക്കിടക്ക് ബണ്ടാറ് അങ്ങനെ കേക്കട പിടിക്കണ്ടെല്ലാം ഉണ്ടു ഇത് തിരിഞ്ഞു നോക്കില്ലാണ്ട് അങ്കു സൊലാമായിത്ത് അങ്ങനെ ആവണ്ട അള്ളാഹു ഞങ്ങളെ കുടുംബത്തിൽ ബർക്കത്ത് തരട്ടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഇടക്കിടക്ക് ആയിഷ അതേ പിർസത്തെ മോലു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ നാനാ ചരിത്ര ചൊന്നിട്ടിണ്ടത്തെ വാളു നിപ്പാട്ടട്ടാ ഇടക്കിടക്ക് മോലു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഫാത്തിമ ബീവിയുടെ ഔത്തുക നബി തങ്ങ പോണ്ടു ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാടോ ആരക മങ്ങിലാക്കി കൊടുത്തോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പിർസത്തെ മോലു ഫാത്തിമയുടെ അലി റളിയല്ലാഹു അൻഹു മങ്ങിലാക്കി കൊടുത്ത പിന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഇടക്കിടക്ക് മോല ഔത്തുക പോണ്ടു അത് തങ്ങ പടിപ്പാട്ടിയ ചരിയായിട്ട് കിട് നബി തങ്ങളെ മീലാദ് മാത്രം നടത്തിയെങ്കിൽ മെയ്യാവാൽ തങ്ങളെ അതേ പേരില് സ്വലാത്ത് മാത്രം ചൊന്നെങ്കിൽ മെയ്യാവാല അതെല്ലാം വേണു അതൊരൊട്ടിಗೆ തങ്ങളെ ലൈഫ് സ്റ്റൈല് ഞങ്ങളെ ലൈഫില് വേണു സുന്നത്ത് ആയത്തര ഫോളോ ആക്കണു ഞങ്ങ സുന്നത്തര ആൽമാറാവണു നബി തങ്ങളെ ചമ്മ സുന്നത്ത് ഞങ്ങ ഫോളോ ആക്കണു ഞങ്ങളെ കൗട്ടുംബിക ജീവന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപ്പാട്ടിയ രൂപത്തിലാവണു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാടെ ഔത്തുക പണ്ട് ഒരു നാല് വന്നു നോക്കുമ്പോ മർമോണ്ട ഔത്തുക കാണ്ടില്ല മർമോണ്ട ഔത്തുക കാണ്ടില്ല ആറ് മർമോണ് അലി റളിയല്ലാഹു അൻഹു മർമോണ്ട കാണാണ്ടായപ്പ നബി തങ്ങ കേക്കിട് മോല കണ്ടപ്പ കേക്കിട് എവിടെ നണ്ട മർമോണു എവിടെ മർമോണു ചെന്നെങ്കിലും മോന്റെ സ്ഥാന അല്ലേ നന്റെ മർമോണു എവിടെ ഫാത്തിമ ഇത് സാമാന്യ ഒരു മർമോണല്ല അഭിമാനിക്കുക അവിടെ നാലാല എതിർലു കാട്ടിക്കൊടുക്കുക അവിടെ നന്റെ മർമോണു ഇത് മർമോണ് ബണ്ടവേന്ദ്രൊന്നുണ്ട പള്ളിയുടെ ഉസ്താദ്മാരെല്ലാരും വന്നിടാറ് ചൊല്ലുമ്പോ നിങ്ങൾ ബേജാറാക്കിരണ്ടാവാ നാ ഉള്ള പോലെ ചൊല്ലൊരു സ്വഭാവം ഉള്ളതുകൊണ്ട് ബേജാറാക്കിരണ്ട മൗലൂദ് വിളിച്ചിരാവാ മൗലൂദ് വിളിച്ചിര പള്ളിയുടെ ഉസ്താദ്മാരെല്ലാം വന്നാറ് മൗലൂദ് വന്നിടാറ് എല്ലാം വന്നിടാറ് നോക്കുമ്പോ നണ്ട പിർസ വെച്ചിട്ട് നണ്ടം വിളിച്ചിരാറ് മൗലൂദ് പോ നാനും വന്നിര നണ്ട ആയതല്ല ആയെങ്കിൽ ഞാൻ ഇങ്ങനെ വാളു പോയ ബന്ധത്തിൽ മൗലൂദ് വിളിച്ചപ്പോ ഞാൻ ആ തെരുവിൽ ഇങ്ങനെ പോകുമ്പോ നാനും വന്നേ നോക്കുമ്പോ സുറു മങ്ങിലായ മർമോണുള്ള മോല മാപ്പിളെ അവനും വന്നിര അങ്ങനെ വന്നിരാറില്ല മാപ്പിളെ പെഞ്ഞ പുതിയ മാപ്പിളെ പുതിയ പെണ്ണല്ല നോക്കുമ്പോണ്ട് എല്ലാരും മൗലൂദ് വെച്ചിരാറ് ഓണും തെച്ചിര മർമോണു എല്ലാരും മുട്ടും കാലുക നോക്കുമ്പോ എല്ലാരും മുട്ടു ക്ലിയർ ഉണ്ട് ഓണ്ട മുട്ടു പാൻട്ര മുട്ടവിടെ മാത്രം കീറിയിട്ടുണ്ടു എവിടെ ഓണ്ട പാൻട്ര മുട്ടവിടെ മാത്രം കീറിയിട്ടുണ്ടു ഉണ്ടു ಅರ್ಥ ಆಯ್ತಲೇ ಅರ್ಥ ಆಯ್ತು ಓಂಡ ಪ್ಯಾಂಟ್ರ ಮುಟ್ಟ ಅವಡ ಮಾತ್ರ ಕೀರಿಟ್ಟುಂಡು ಉಂಟು
അല്ലേ? അപ്പൊ നക്കിത് നോക്കുകയല്ല ബുടകുമല്ല. ഇത് അങ്ങനെ ഒന്നും ഉണ്ടല്ലോ, നക്കിത് നോക്കുകയല്ല ബുടകുമല്ല. ഇത് നിങ്ങൾ എന്റെ മുട്ടു നോക്കറു ചെന്നൊരു ചൊല്ല പോലെ ഇതെന്തോ നോക്കുമ്പോ കാക്കുക. ഇയാൾക്ക് എവിടെല്ലാത്തവർ ഇത് വന്നോണ്ട് റബ്ബേ, ഇത് ഇയാൾക്ക് ഇത് കണ്ടിട്ട് സഹിക്കുകയില്ല. കാരണം ഉസ്താമാരെല്ലാം വന്നാറ്, ഉസ്താമാർ ഇത് നോക്കിയ ഉള്ളാറല്ലേ റബ്ബേ. എല്ലാരും കുർത്ത കിട്ടിട്ട് ലാസ്റ്റ് ഉസ്താദ് കേട്ടല്ലേ എല്ലട്ട അരട്ട ഈ കാക്കടട്ട ഇതാറ് എല്ലാരും കുർത്തോണ്ട് ഇതാറുണ്ട് ഇയാള് അത് 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 അയാൾക്ക് ചൊല്ലുകയല്ല ബുടകുമല്ല. കേട്ട അവന്റെ എതിർലേ മർമോന്റെ എതിർലേ കേട്ടോ, മർമോന്റെ എതിർലും ഇട്ടു കേട്ടതല്ല കണ്ടെങ്കിലാ ഭർത്ത കുട്ടിയും പോയിട്ട് വേറെ നല്ല മർമോന്റെ അല്ല വിഷയമല്ല അങ്ങനെ ഇത് മർമോന്റെ എതിർലേ കേൾക്കുമ്പോ സുബ്ഹാന ജല്ല ജലാലു അല്ല നാ ചൊല്ലേ. അങ്ങനത്തെ മർമക്കമാർ വേണ നാലാലെ എതിർലു നന്റെ മർമോണുണ്ട് ചൊല്ലുക ഒരു ധൈര്യം ഇല്ലാത്ത അങ്ങനത്തെ ഒരു മർമോണ് വേണം. ഞങ്ങൾ ഗഡ്സിലൊന്ന് ചൊല്ലു. ഈ ദുനിയാവില് ബാരന്ദ്ര ഉള്ളേ ബാവാ, എന്ത്ര ബാരന്ദ്ര ഉള്ളേ. എത്ര വലിയ അരമണയിൽ കിടക്കട്ട്, എത്ര ചെറിയ ഷെഡിൽ കിടക്കട്ട്, കാൽ നീട്ടിട്ടേ അല്ലേ കിടക്കടേ, കാൽ മടക്കിട്ടാറും കിടക്കടാ, കാൽ നീട്ടിട്ടേ കിടക്കടേ, തലടടിയിൽ തൽക്കണി വെച്ചിട്ടേ കിടക്കടേ, ബൈക്കടെ തൽക്കണിയെ. അത് ചിലപ്പോ ഒന്ന് വില ആറത്തതിക്കും വില കറോണ്ടിരിക്കൂ, കൊറിയങ്ങ നിലത്തിലും കൊറിയങ്ങ കട്ടിലും എല്ലാം ഇക്കൂ. എന്തായെങ്കിൽ ദുനിയാവൊരു ഗഡ്സ് എന്നെങ്ങനെ നാലാലെ എതിർള്ള അഭിമാനത്തില് അങ്ങനല്ലേ വേണേ ഒക്കെ നന്റെ മർമോണ് ചെന്നിട്ട് ഒരു നാലാലെ എതിർള്ള അഭിമാനത്തില് ചൊല്ലകൂ. അതൊരു സന്തോഷം എന്തിര് അതാര് അന്നാ അയാൾക്ക് കിട്ടിയൊരു മർമോണ് നോക്കൂല എന്തിർല ബാവ, വല്ലാത്തൊരു മർമോണില്ല. ഇത് സ്വന്തം മോല മാപ്പിളയുടെ നാലാളെ എതിർള്ളു. ഇത് തന്റെ മോല മാപ്പിളായിട്ട് ചൊല്ലുകൊള്ളു ഗതിയില്ലാത്ത കാക്കാണ്ടായി പോയെങ്കില് ഈ ദുനിയാവുല അള്ളാഹു തന്റെ ഫളിയത്ത് വേറെന്തരേ. അള്ളാഹു നമുക്ക് നല്ല മർമക്കാരെ തരട്ട്, അള്ളാഹു നമുക്ക് നല്ല മർമക്കമാരെ തരട്ട്. ഞാൻ ചൊന്ന വിഷയം മറക്കണ്ട. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങുക എന്തൊരു അഭിമാന. ആറായിട്ടിക്കട തങ്ങല മർമോണു അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ. നാണ് ഇൽമിടെ ഒരു പാൻടാൻട്ടായെങ്കില് അലിയുബ്നു അബി ത്വാലിബ് തങ്ങ ആ പട്ടണത്തുക പോണ്ട ബായിലായിട്ടിക്കിട്. അങ്ങനെ ചൊന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മർമോണ്ട കാണാട്ടായപ്പ ഐന അലി ഫാത്തിമ നണ്ട പിർസത്ത മർമോൺ എവിടെ ഫാത്തിമ. ലൈഫുല് കലവു ചൊല്ലക ഗൊന്തില്ലാത്ത മോളല്ലേ, സ്വന്തം മോൾടട്ട പോലും മോളെ ഫാത്തിമ കലവു ചൊന്നറണ്ട ഫാത്തിമാട്ട് പഠിപ്പാട്ടിയ ബാപ്പല്ലേ. കക്കണ്ട ഫാത്തിമ ഒരു വസ്തും കട്ടിട്ടെടുക്കണ്ട ഫാത്തിമ പഠിപ്പാട്ടിയ ബാപ്പല്ലേ. നന്റെ മോല് ഫാത്തിമ കട്ടെങ്ക് പോലും ഫാത്തിമയുടെ കയ്യിനാണ് മുറിക്കു വേണ്ടി ചൊന്നു ബാപ്പ അല്ലേ. ആ ബാപ്പയുടെ മോലുക കലവു ചൊല്ലുക ഗൊന്തുണ്ട. ബാപ്പയുടെ മോലു ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ചൊന്നുല്ലേ ബാപ്പാ ഈ ടൈമുലു നണ്ട ഔത്തുലു നണ്ട മാപ്പല ഉറങ്ങട ടൈമു ബാപ്പാ ലുഹുറത്തെല്ലു മുന്നോൽത്ത ടൈമു ഉറങ്ങിയെങ്ക നല്ല ബറക്കത്തറ ടൈമല്ലേ അത്. ആ ടൈമുലു നണ്ട മാപ്പല നണ്ട ഔത്തുലു ഉറങ്ങട്. പക്ഷേ ഇണ്ട് ഞങ്ങളെ നടുലു ചെറിയ ഒരു എന്തമാ ഒരു തകരാറ് വന്നപ്പോ ബൈനി വ ബൈനഹു ശൈഉൻ. ഫാത്തിമ ബീവി അങ്ങനെ ആയിട്ടിക്കിട ചൊന്നു നണ്ട നടുലും മാപ്പിളയുടെ നടുലും ചെറിയ ഒരു തകരാറ് വന്നപ്പോ ഉറങ്ങാട്ട പർത്തുക പോയിട് ബാപ്പാ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നോക്കറു നിങ്ങ നണ്ട മോലും മർമോണും കാലാകാല ചമ്മ കാല ഈ ദുനിയാവുല് ചന്തത്തില് കൗട്ടുംബിക്ക ജീവന നയിക്കണോ ചൊന്നിട്ടു ചിന്ത ഉള്ള മോല ബാപ്പല്ലേ. അലി ഇബ്നു അബി ത്വാലിബ് തങ്ങജളുടെ മർമോണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ വെറുത്തില്ല. നണ്ട മോലട്ട ഗലാട്ട ആക്കിയ മാട്ട് ചിന്തിച്ചില്ല. ലോകത്ത് ഇതുപോലത്തെ ഒരു മോലു ആ മോളുടെ പവറ് ഉച്ചിലത്തെ നണ്ട വാദറ സദസ്സിൽ വെച്ചിട്ട് വാല് കേക്കിട് ഏതെങ്കിലും ഒരു ഉമ്മ മാറുകൊണ്ടാ
മോലായെങ്കോ, എത്ര വലിയ ആചാര മോലായെങ്കോ, എത്ര വലിയ മൾട്ടിയുടെ മോലായെങ്കോ, എത്ര വലിയ ലക്ഷാധിപത്യര മോലായെങ്കോ, എത്ര വലിയ കോട്യാധിപതി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മോലുകളുടെ പവർ ഏതെങ്കിലും ഒരാളെ മോലുക കിട്ടുകൊണ്ടാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മോല പൽക്ക കേട്ടിട്ട് മർമോണ്ട് ദൂരില്ല. മോലെ എവിടെ പോയിട്ട് മർമോണു പർത്തുക പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഒരാളെ കടുത്തിറ് പോറു അലി റളിയല്ലാഹു അൻഹു എവിടെ ഉണ്ടൊന്ന് തേടി പിടിക്കൊരു പോയിട്ട് ഒരാള് പോയിട്ട് നോക്കുമ്പോ അലി റളിയല്ലാഹു അൻഹു പള്ളിയില് ഉറങ്ങിട്, മദീനത്തെ പള്ളിയില് ഉറങ്ങിട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മദീനത്തെ പള്ളിക്ക് ബന്ത് മർമോണ്ട ഇപ്പറ വിൽച്ചല്ല മോലം മർമോണ്ട നടുലുള്ള തകരാറ് സമാക്കണു. അധിക അബ്ബായ പെണ്ണട അബ്ബായ നാണേ എതിർക ഇലിയണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അലി റളിയല്ലാഹു അൻഹു കിടന്നു ഉറങ്ങിട്ടുള്ളൂ. മദീനത്തെ പള്ളിക്ക് പോണ്ടു. അലി റളിയല്ലാഹു അൻഹു ഒരു ബൈറാസ് ഇട്ടിട്ട് ഉറങ്ങിട്. ആ ബൈറാസര ഒരു ഭാഗ ഇപ്പറായിട് കാലി തടി നെൽത്തക തട്ടിട്ട് ഉറങ്ങിട്. നോക്കുമ്പോ ആ നെൽത്തര മണ്ണ് മദീനത്തെ പള്ളിയുടെ മണ്ണ്. അലി റളിയല്ലാഹു അൻഹുടെ തടിലായിട്. അലി റളിയല്ലാഹു അൻഹുടെ തടി ബെൽത്ത തടിയല്ലേ. ആ ബെൽപ്പുള്ള തടിയില് മദീനത്തെ പള്ളിയുടെ മണ്ണ് തട്ടിറ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മർമോന്റെ തടിക മണ്ണ് തട്ടിയത് കണ്ടപ്പാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ യംസഹു അൻഹു ആ മണ്ണിടെ മെല്ലെ അപ്പറ എടുക്കിട്. മർമോന്റെ തടിയുടെ തൊട്ടിട്ട് മണ്ണിടെ അപ്പറയിട്. എന്നിട്ട് മർമോന്റെ തമാസല് ബലിക്കിട്. കുമ്യ അബത്തുറാ മണ്ണിടെ അബ്ബ ഒന്നെനിക്ക്. അവിടെ തടിക മണ്ണായിത്തല്ലേ, അതുകൊണ്ട് തമാസല ബലിക്കിട്. കുമ്യ അബത്തുറാബ് അലിയെ എനിക്കൊറുണ്ടല്ല മർമോന്റെ പിർസത്തിൽ ബലിക്കിട്. മണ്ണിടെ ബാപ്പ ഒന്ന് എനിക്കൊറു. അതോടുകൂടെ ആ പ്രോബ്ലം അവിടെ സോൾവ് ആവിടു. അലിയാറ് തങ്ങു ഫാത്തിമ ബീബി റൊട്ടികളുള്ള ബേജാറ് പോയി പോണ്ടു. ഇതല്ലേ പെണ്ണ് മക്കളെ അബ്ബമാറാക്കണായത്. അല്ലാണ്ട് മർമോണ്ട അർസത്തിൽ വെച്ചിട്ട് സ്വന്തം മോലെ കൗട്ടുംബിക്ക സംസാരത്തെ ജീവന വടക്കട ബാപ്പ അവന് യന്ത്ര ബാപ്പ അയാള് യന്ത്ര ബാപ്പ നല്ല കൗട്ടുംബിക്ക ജീവന സംസാരം നടത്തുക തീരുമാനിക്കരു. നാനെന്റെ ഇണ്ടത്തെ വാതു നിപ്പാട്ടട്ടാ മോമിനിങ്ങളെ. ഈ കുരിയുടെ റബിയുൽ അവ്വൽ നങ്ങ ഉള്ള കൽഞ്ഞ കുരി നങ്ങ ഇന്ന പണ്ട റബിയുൽ അവ്വൽ ആറ് ഹയാത്ത് ആറ് മൗത്ത് നങ്ങക്ക് ഗൊന്തില്ല. കൽഞ്ഞ കുരി നങ്ങളൊട്ട ഇന്നങ്ങ ഈ കുരി നങ്ങളൊട്ട ഇല്ല. അല്ലാഹുവേ നീ ഞങ്ങളെ ഖബർ വിശാല ആക്കു റഹ്മാനേ. ഇത് ഞങ്ങളെ ലാസ്റ്റ് റബിയുൽ അവ്വൽ ആക്കണ്ട റഹ്മാനെ. ഇനിയും ചെമ്മ റബിയുൽ അവ്വൽ വെൽക്കമാക്കൂ നീ ഞങ്ങൾക്ക് തൗഫീഖ് താ അല്ലാഹ്. എല്ലാരും ഒരു 2 മിനിറ്റ് ഒന്ന് എഞ്ചി നിക്കിടാറാ. എല്ലാരും അവിടെ മേ നിക്കറൂ. ഞങ്ങളെ കൽബൊന്നു മദീനത്തുക തിരിക്കൊരു. ഇപ്പൊ ഞങ്ങ ഇതാ ഉച്ചിൽത്ത് വാളുചൊല്ലെങ്കിലും ഈ സദസ് കണ്ടോണ്ടുള്ള നേതാവുണ്ടു. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ. ഓ ബാപ്പമാരെ, കൽബുലു ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടികളുള്ള മഹബ്ബത്ത് നൊറക്കൊരു. ഉമ്മമാരെ, കൽബുലു തങ്ങളൊട്ടികളുള്ള മഹബ്ബത്ത് നൊറക്കൊരു. സ്വന്തം മക്കളെ കൽബുലു പോലും അല്ലിമു ഔലാദകും മഹബ്ബത റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മുഞ്ഞാണ്ടനാണ് ഒമാനുക്ക് പോയ ഈ റബിയുൽ അവ്വൽ ഒമാനുക്ക് പോയ. ആ ഒമാനില് അതാ സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ അതേ സലാൽ ആ ഭാഗത്തില് സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ മഖ്ബറാണ്ട് ചൊല്ലുന്ന ഒരു പക്കവുണ്ട്. അവിടെ നിന്നാണ് പോയ. ആ മഖ്ബറത്തെ ഉൽഗ അതാ അവിടെ ഒരു എഴുതി വെച്ചത് കണ്ട്
ಎಂದ್ರಾಯಿಟ್ಟಿಕ್ಕಡ അവിടെ ಎಲ್ದಿ വെച്ചിರೋ ಯಾ ದಾಖಿಲ ಹಾದಿಹಿ ದಾರ್ സ്വല്ലി അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഔത്ര ഉൽക പ്രവേശിക്കട മനുഷ്യ സ്വല്ലി അലാ മുഹമ്മദ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേലെ നീനൊന്ന് സ്വലാത്തു ചൊല്ലൂ. അത് കാണുമ്പോ സ്വലാത്തു ചൊല്ലുക നെനപ്പാവിടൂ. ഇതുപോലെ ഞങ്ങ എപ്പോഴും സ്വലാത്തറ ആൽമാറാവണു. മഹാന്മാര് ചൊന്നത് കണ്ടില്ലേ, നീന് ബുഡ്ര ഓരോ ദമ്മുണ്ടല്ലേ, ആ ദമ്മു ബുഡ്രതര കണക്ക് നോക്കിട്ട് ഓരോ ദമ്മു ബുടുമ്പോ ഓരോ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേലെ ചൊന്നെങ്ക് പോലും ആ തങ്ങളൊട്ടിക ഉള്ള നിന്റെ കടപ്പാട് നീന് ബീട്ടുകാവില്ല. അത്തരം വലിയ കടപ്പാടുള്ള നേതാവല്ലേ റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ ബാലക്കാര, റാലി ಬೇಣು ಬೇಂಡಾಂಟಲ್ಲ, ಜಾತ ಬೇಣು ಬೇಂಡಾಂಟಲ್ಲ, ಕೊಡಿ പിടിക്കണു ಬೇಂಡಾಂಟಲ್ಲ. കാലി റാലി പോയെങ്ക് മെയ്യാവാ ബാലക്കാര, കാലി ജാത്ത പോയെങ്ക് മെയ്യാവാ, കാലി കൊടി പിടിച്ചെങ്ക് മെയ്യാവാ. നണ്ടും നിണ്ടും മദീനത്തെ റൗള ശരീഫിടെ ഇപ്പറ നോക്കിയോണ്ടുള്ള നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ സുബ്ഹി ജമാഅത്ത് നിന്റെ റായത്തെ പള്ളിയുടെ ഒന്നാമത്തെ സഫുൽ വന്നിട്ട് സുബ്ഹി ജമാഅത്ത് നിസ്കരിക്കുമ്പോ മദീനത്തെ പള്ളിയുടെ ഉൽഗത്തെ നേതാവ് അൽഹംദുലില്ലാഹ് സർവസ്തുതി അല്ലാഹുകായിട്ടിക്കിട്. നന്റെ ഉമ്മത്തിൽ വെട്ട പാലക്കാറ അതേ ഉച്ചില ജമാഅത്ത് സുബ്ഹി ജമാഅത്ത് പള്ളിയിൽ വന്നിട്ട് ഒന്നാമത്തെ സഫുല് നിസ്കരിച്ചല്ലേ നേതാവ്. ഇതിനെ കാട്ടി വലിയ സന്തോല വേറെയില്ല, ഇതിനെ കാട്ടി വലിയ കൊസി വേറെയില്ല. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയ്യു യുർസഖു തങ്ങ ഇതെല്ലാം കണ്ടോണ്ടുണ്ട് പാലക്കാറ. ആ തങ്ങളെ കൽബുല് കൊണ്ടിട്ട് നടക്കണു. ഓ പെങ്ങളെ, ആയിഷ ഉമ്മ ഔത്തുലിങ്ങനെ തെച്ചിട്ടിക്കുമ്പോ മദീനത്തെ പള്ളിടൊട്ടിക ജോയിന്റ് ആയിട്ടുള്ള ഒരു പള്ളിയുടെ ഉൽഗത്തെ ഒരു ആണി അടിക്കട സൗണ്ട് കേക്കിട്. നന്റെ ഉമ്മമാര് ഗമന വെച്ചിട്ട് കേക്കൊരു, നന്റെ പെങ്ങന്മാര് ഗമന വെച്ചിട്ട് കേക്കൊരു. മദീനത്തെ പള്ളിക്ക് ടച്ചായിട്ടുള്ള ഒരു ഔത്തര ഉൽഗത്തെ അതാ ഒരു ഔത്തര ഉൽഗ ആണി ജപ്പട സൗണ്ട് കേക്കിട്, ആണി കുത്തര സൗണ്ട് കേക്കിട്, ആണി അടിക്കട സൗണ്ട് കേക്കിട്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ ആ അക ഏത് അകാണ്ട് തേടി പിടിച്ചിട്ട് സീത പണ്ട് നോക്കുമ്പോ ഒരു ഔത്തര ഉൽഗ ആണി അടിച്ചോണ്ടുള്ള ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ ആ ഔത്തരങ്ങളട്ട ജന്തുല്ല തുദു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ നിങ്ങ നബി തങ്ങളെ ഉപദ്രവാക്കണ്ട. ഈ നമ്മ ജോറ് സൗണ്ടുലാണി അടിച്ചിട്ട് അവിടെ കിടന്നിട്ടുള്ളതാറ് ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി सल्लल्लाहु अलैहि वसल्लम। हर दिल की दुआएं मदीना नसीब हो, जिंदगी की सबसे बड़ी सआदत ये हो। ഏതൊരു ഈമാനുള്ള മനസ്സ് കൊതിക്കിടന്ന് ഒന്ന് മദീനത്തേക്ക് പോണു, ഒന്ന് മദീനത്തേക്ക് പോണു. ദുനിയാവിലുള്ള വലിയ വിജയയന്ത്രോ, ലൈഫിലുള്ള വലിയ വിജയയന്ത്രോ ഒന്ന് മദീന കൊണ്ട് വിജയിക്കണോ. മദീനെ കാ മൻസർ ഹോ സാമനെ മേരേ
दिल से निकल जाए सब गम और अंधेरे മദീന ഒന്ന് കണ്ടുപോയെങ്കിൽ ആ മദീനത്ത് ഒന്ന് കാലുകുത്തിയെങ്കിൽ എല്ലാ ടെൻഷനും ദൂരായി പോയില്ലേ എല്ലാ ചിമ്മ പോയിട്ട് ബെൽച്ച വന്നില്ലേ ഫനാ ഹോ ജാഹേ വഹി ദിൽ മദീനെ കോ പാ ജാഹേ എല്ലാവർക്കും മദീന ഇഷ്ടപ്പെടുകയില്ല ഖൽബുൽ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിറസവെച്ചിട്ട് നടക്കിടങ്ങുക മാത്ര മദീനത്തെ ഇഷ്ടവയ്ക്കുകയോ അല്ലാഹുവേ നീ ഞങ്ങൾക്കെല്ലാവർക്കും മദീനത്തേക്ക് ചെമ്മപെട്ട പോക തൗഫീഖ് താ അല്ലാഹ് ഞങ്ങളെ ഈ സദസ്സ് മദീനത്തിൽ കിടന്നിട്ടുള്ള റഹ്മത്തുൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന സദസ്സായിട്ട് നീ ഞങ്ങളെ ഭാഗത്തെ കബൂലാക്കി താ അല്ലാഹ് മരിക്കണ ടൈമിലു തങ്ങളെ എതിർലു കണ്ടിട്ട് ആ തങ്ങ വന്നിട്ട് ഞങ്ങളെ മയ്യത്തൊന്ന് തുടർ രൂപത്തിലാക്കിയിട്ട് മരിക്കൂ നീ ഞങ്ങൾക്കു ഈ സദസ്